No, thanks. സായിപ്പേ ഇത് വെച്ച് വെച്ച മരം കൊത്തി തൊപ്പി വെച്ചോ. Don't disturb me. ക്യാപ്പുകൾ ഒരു ക്യാപ്പ് വാങ്ങിയാൽ വെക്കാനുള്ള തല ഫ്രീ. ഇതെങ്കിലും വെച്ചൊന്ന് നാണം മറക്കേ. സാർ, ഡു യു വാണ്ട് ക്യാപ്പ്? No. തലയ്ക്കകത്തോ ഒന്നുമില്ല, തലയുടെ മുകളിൽ എങ്ങനെ എന്തെങ്കിലും മേടിച്ചു വെക്കണോ? ചീപ്പ് റൈറ്റ്. No. പിന്നെ എന്തിനാണോ കോത്താഴ്ത്തുകാരനായ നീയൊക്കെ ഗോവയിലേക്ക് കെട്ടിയെടുത്തത്? What? എടോ കോപ്പേ, നീ മദാമമാരുടെ കാല് കണ്ട് വെള്ളം ഇറക്കി നടക്കാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് അവിടെ ഇവിടെയും തലയിലൊക്കെ വെക്കണോ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലേ ഇടിച്ചതിനെ പരിപ്പിയാൻ പൊന്നു സാറ് വിട്ടേക്ക്. ഓൻ നമ്മളത്ര വിവരമില്ലാത്തവനാ. ഓൻ പറഞ്ഞ സാറ് കാര്യാക്കണ്ട. എന്താണ്ടതോ കാളും തരം നോക്കാൻ എന്തെങ്കിലും കണ്ട് പറഞ്ഞുകൂടാ. സാറല്ല, സാറ് വെക്കുക. നമ്മുടെ എത്ര വിവരം എന്ന് പറഞ്ഞാൽ വിവരമില്ല. വെറുതെ ആളെ കൊണ്ട് പറയിക്കാൻ. എന്താണ് സത്യത്തിൽ ഉണ്ടായത്? എന്റെ പൊന്നിക്ക, ഞാൻ ലോകത്താരോട് മലയാളം പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്പൊ തന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞത് മലയാളമാണെന്ന്. ഇതെന്താ സുഖ? ഒരു കാര്യം ചെയ്യുന്നേ, നിന്റെ നാവ് വായിലിടണം. എന്റെ നാവ് വായി തന്നെ അല്ല, ഒറയിലിടണം. അല്ലെങ്കിൽ നിന്റെ നാവ് നിന്നെ തന്നെ തിരിച്ചു കളിക്കും. മനസ്സിലായോ? നീ വാ, പറയട്ടെ എന്നോട്. കുറച്ചും കൂടെ നീങ്ങുന്നേ. ഫേസ് അങ്ങോട്ടൊന്ന് ചിണ്ടാവും. അതെ, കുറച്ച് ബാക്ക്. One minute. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ? ഞാൻ ഡെയ്സി. സാർ കൊടുത്ത പരസ്യം കണ്ട് കാണാൻ വന്നതാ. സോറി ഡെയ്സി, യു ആർ ടു ലേറ്റ്. സർ, ഞാൻ ഫോൺ നമ്പറും അഡ്രസ് തന്നോളൂ, ഞാൻ അറിയിക്കാം. താങ്ക് യു സർ. വെൽക്കം. മമ്മി, ഇനി എന്താ ചെയ്യാ? 10 lakhs ഇൻട്രസ്റ്റ് സഹിതം ആവശ്യപ്പെട്ടിരിക്കുന്നേ. കടം വരുത്തി വെച്ചിട്ട് കടന്നുപോയവർക്കൊന്നും അറിയണ്ടല്ലോ. അങ്ങനെ പറയരുത്. മരിച്ചുപോയവരെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുത്തിയതല്ല, കൊച്ചിന്ന് ഇവിടെ വന്ന് വൈൻ ഷാപ്പ് തുടങ്ങേണ്ട കാര്യമുണ്ടായിരുന്നു. പപ്പയ്ക്ക് പറ്റിയ അബദ്ധങ്ങൾ അനുഭവിക്കുന്നതോ ഞങ്ങളും മമ്മി. Okay, brother. Okay. ചേച്ചി മോളെ, നമ്മുടെ ഈ യങ്ങസ്റ്റ് ബ്രദർ ഉണ്ടല്ലോ, ഒരു വിഡ്ഢിയാ. സാമലക്സിന്റെ ക്ലബിൽ നിന്ന് പിടിച്ചോണ്ട് വരിക ഞാൻ. എന്നെ കണ്ടപ്പോ അയാൾ പറയാ ചിറ്റിമോൾക്ക് ആവശ്യമുള്ളത് കഴിച്ചോട്ടെ, തടയണ്ടാന്ന്. At that time ഒരു ബിയർ ഓപ്പൺ ചെയ്ത് നിനക്ക് ഞാൻ ബീർ കഴിക്കാനല്ലല്ലോ ഞാൻ അങ്ങോട്ട് വന്നത്. പിന്നെ നീ എന്ത് കാണാനാ ക്ലബിലേക്ക് വന്നത്? നിന്റെ ആ ഗേൾ ഫ്രണ്ടിനെ കാണാനോ? അവൾ ഇതുപോലെ ക്ലബുകളിൽ കയറി ഇറങ്ങുന്ന പെണ്ണല്ല. ഓ, നിന്റെ ഒരു പരിശുദ്ധ കന്യാമറിയം ക്ലബുകളിൽ കയറില്ല പോലും. ഞാൻ മാത്രം മഗ്ദലനക്കാരി ഒരു മറിയം. ഞാൻ ശരിയാ കേട്ടോ. സാമലക്സുമായിട്ട് സംസാരിച്ചോ? നീ സംസാരിച്ചു. എന്നെ കണ്ടിട്ട് ഒരു കാര്യമില്ല. അത് കൊള്ളാമല്ലോ. അവരുടെ പപ്പ ജോൺ സാമുവൽ വരുത്തി വെച്ച കടം കുറെയൊക്കെ താൻ തീർത്തതല്ലേ? ജോൺ സാമുവലുമായി എന്റെ പപ്പയ്ക്കായിരുന്നു ഷെയർ. ഞാനായിട്ട് അതെല്ലാം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അയാളിൽ നിന്നുള്ളതെല്ലാം പിഴിഞ്ഞിട്ടല്ലേ താൻ ഒഴിവാക്കിയത്?
പിഴിഞ്ഞെങ്കിൽ അത് എന്റെ മിടുക്കല്ലേ മേനോൻ സാറേ. അവൻ വരാമെന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ, ഇതുവരെ കണ്ടില്ലല്ലോ. ഇനിയിപ്പോ സംശയിക്കാനില്ല, വാക്ക് പാലിക്കുന്നവനാവൻ. വന്നിരിക്കും. എന്താ തൃപ്തിയായില്ലേ? എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്തൊരു ജീവി മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഇതൊരു കൈ പിടിക്കാനുള്ള പണമേ ഉള്ളൂ. എനിക്ക് 2 കൈ നിറയെ പണം വേണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനിയും നമുക്ക് ഇവനെ ഉപയോഗിക്കാം. ഹായ് ഡേസി, ടിറ്റി എവിടെ? എന്തിനാ? ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഞങ്ങൾ ഇവിടെ കൂട്ടാൻ വന്നതാ. ബർത്ത്ഡേ പാർട്ടിയൊക്കെ നിങ്ങൾ തന്നെ ആഘോഷിച്ചാ മതി. ഓ നോ നോ നോ, ടിറ്റി ഇല്ലെങ്കിൽ ശരിയാവില്ല. അവളില്ലാത്ത ഒരു പാർട്ടി നന്നാവില്ല. ടിറ്റി എത്ര നല്ല കുട്ടിയാ. ബട്ട് ഡേസി എന്താ ഇങ്ങനെ? എങ്ങനെ? ഒരു കമ്പനിക്കും കൂടില്ല, കൂടുന്നവരെ അതിന് സമ്മതിക്കത്തുമില്ല. ഞാൻ കമ്പനിക്കും കൂടും, പാർട്ടിയിലും പങ്കെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അത് നിങ്ങളുടെ മാതിരി മദ്യപിച്ച് കഞ്ചാവും വലിച്ച് ജീവിതം തൊലയ്ക്കുന്നവരുമായിട്ടല്ലെന്ന് മാത്രം. ഇനി മേലെ ടിറ്റി അന്വേഷിച്ച് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ പപ്പ പറയാൻ ഞാൻ. പ്ലീസ് മോനെ, നല്ല കുട്ടിയല്ലേ, ആനപ്പുറത്തിരുന്നത് മതി. ഇനി നമുക്ക് ഈ വണ്ടി ഓടിക്കാം. നോ നോ, വേണ്ട വേണ്ട, എനിക്ക് ആനപ്പുറത്തിരുന്നാ മതി. ഓ ജീസസ്, നീ വളരെ അൺലക്കിയായിരുന്നു. ഭാഗ്യവാൻ. ഒരു കഴുതപ്പുറത്ത് കയറി നഗരം ചുറ്റി. ഞാനോ ഒരു കഴുതയെ മുതുകിലേറ്റി റൂമിൽ വട്ടം കറങ്ങുന്നു. അയ്യോ, ചെറിയ എന്തിനാ റൂമിൽ തന്നെ കിടന്ന് കറങ്ങുന്നേ? പുറത്ത് റോട്ടോട്ട് ഇറങ്ങ്. ഒന്നും പേടിക്കണ്ട, ആനപ്പുറത്ത് ഞാൻ ഇരിപ്പില്ലേ. മതി. വേണ്ടേ, ഈ ചെറിയാന് ചൊറിഞ്ഞു വരുന്നുണ്ടേ. എന്തിനാ ചൊറിയുന്നേ? വാ, കുളിക്കണ്ടേ? കുളിക്കാനോ? എന്താ ഇന്നിനി കുളിക്കണ്ടെന്നുണ്ടോ? കുളിക്കണം, കണിശായിട്ടും കുളിക്കണം. മുടുക്കൻ. പക്ഷേ അത് നാളെ മതിയൊന്ന് ആലോചിക്കാം. നാളെയോ? നാളെ പോരാ, ഇന്നത്തെ കുളി ഇന്ന് തന്നെ കുളിച്ചേ പറ്റൂ. എന്താ സൈമൺ ഒരു മൂഡ് ഓഫ് പോലെ? ചെറിയാൻ ആനപ്പുറത്ത് കയറ്റിയില്ലേ? എന്റെ പൊന്ന് സാറെ, ആനപ്പുറത്ത് കയറ്റിയൊന്നു. എഴുന്നേറ്റ് വന്നപ്പോ മുതൽ ഈ ആനപ്പുറത്താ. എന്നിട്ടാണോ ഈ പിണക്കം? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ മോനെ, ചെറിയാൻ പറഞ്ഞു നോക്കാൻ അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? മോൻ ഇതിലൊന്ന് ഒപ്പിട്ടെ. എടാ ചെറിയാനെ, ഇന്ന് എന്റെ കുഞ്ഞനിയനെ പുറത്തൊക്കെ കൊണ്ടുപോയി ചുറ്റിക്കറങ്ങണം കേട്ടോ. ഏറ്റു. ചേട്ടായി പോയിട്ട് പറ്റേ മോനെ? കമോൺ മോനെ. പുറത്തു പോവാം, പുറത്തു പോവാം. വാ, പുറത്തു പോവാന്ന്. അകത്തോട്ട് പോടാ. വന്നേ, വാ, വാ. പീറ്റർ സർ, നെൽസൺ ഡി ക്രോസ് റൂം നമ്പർ 52 തന്നെയല്ലേ? അതെ സർ. കമോൺ മേനോൻ. Okay, can I take this? താങ്ക് യു. All right. We'll meet again next time. Thank you. All right. ഇന്ന് സാമലക്സ് ഹോട്ടലിൽ വന്നിരുന്നു. CI മേനോൻ ഒന്നിച്ച്. എന്തായാലും അയാളോട് തന്നെ കാസിംബായുടെ കടം വീട്ടാൻ പറയണം. പണം മുഴുവനും പപ്പ മാത്രമല്ലല്ലോ ചെലവാക്കിയത്. സാമലക്സും ഷെയറുകാരനായിരുന്നില്ലേ? നിന്റെ പപ്പ മരിക്കുന്നതിന് മുമ്പേ സാം പല കള്ളക്കണക്കുകളും കാണിച്ച് മുഴുവനും തട്ടിയെടുത്തെന്ന അയാളുമായി അടുപ്പമുള്ള പലരും പറയുന്നത്. എന്തു തന്നെയായാലും പപ്പ ഇല്ലാത്ത ഈ സ്ഥിതിയിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം എനിക്കാ. എങ്ങനെയും കടം വീട്ടണം. പെറ്റിയുടെ പോക്ക് അത്ര നല്ല രീതിയിലല്ല. അവളെ നല്ല വഴിക്ക് തിരിച്ചുവിടണം. ജോണിയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി. അതുവരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ മോഡലിങ്ങിന് പോകാമെന്ന് കരുതിയത്. പക്ഷെ അവിടെയും 100 പേരെ ഇടിച്ചു കയറി. ആരൊക്കെ ഇടിച്ചു കയറാൻ നിന്നാലും നിന്നെ തന്നെ സെലക്ട് ചെയ്യും, അതെനിക്ക് ഉറപ്പാ. മൂത്തവനായ എനിക്കുണ്ട് ബാധ്യതകൾ പലതും. സഹോദരിമാരുടെ വിവാഹം, എനിക്ക് നല്ലൊരു ജോലി, അങ്ങനെ പലതും.
ജോണി പ്രാപ്തിയുള്ളവനായാൽ ഞങ്ങൾ രക്ഷപ്പെടും. അവനെ നല്ല വഴിക്ക് നയിക്കണേന്ന് എന്റെ പ്രാർത്ഥന. നമ്മൾ പല ആഘോഷ പരിപാടികളും നടത്തിയിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് എ വെരി ഡിഫറെന്റ് പാർട്ടി. ദാറ്റ് ഈസ് ഫസ്റ്റ് ലവ് ആനിവേഴ്സറി ഓഫ് ജോണി ആൻഡ് റോസി. നിങ്ങളുടെ ഈ പ്രേമബന്ധം നീണാൾ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ബോട്ടിൽ ഓപ്പൺ ചെയ്യും. താങ്ക് യു വെരി മച്ച്. ഇത് പോരാ, ഇനിയൊരു വിവാഹ വാർഷികം കൂടി ആഘോഷിക്കണം, അല്ലേ റോസി? അതിനാരാ ഉത്സാഹിക്കുന്നേ? അത് ജോണി തന്നെ വേണം. ജോണിയുടെ ഉത്സാഹം കണക്കാ. എന്റെ റോസി, നീ തന്നെ മുൻകൈ എടുക്കണം. സ്വപ്നങ്ങൾ പൂവണിയാൻ. ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എന്നേ പൂവണിഞ്ഞതാ. കുറച്ചു കാലം കൂടി നമ്മുടെ ക്യാമ്പസിൽ പരിമളം പരത്തി ഇങ്ങനെ പറന്നു നടന്നോട്ടെ. അതൊരു കണക്കിന് ശരിയാ. അതൊരു കണക്കിന് ശരിയാ. ഇനി ഞങ്ങൾ അങ്ങ് ഒഴിവാക്കിയത് വാ. ആകാശമേഘജാലകം തുറന്നു സായാഹ്നം ആനന്ദസാന്ദ്രമായി പൊഴിഞ്ഞു നീഹാരം തൂമഞ്ഞു തുള്ളി വീരലിഞ്ഞ തീരങ്ങൾ രാഗാർദ്രമായി ആകാശമേഘജാലകം തുറന്നു സായാഹ്നം ആനന്ദസാന്ദ്രമായി പൊഴിഞ്ഞു നീഹാരം ചിറകാർന്നു പാറവേ മൺചെറാതുകൾ മിഴിമിന്നാൻ തുടങ്ങവേ പിറാവുകൾ ചിറകാർന്നു പാറവേ മൺചെറാതുകൾ മിഴിമിന്നാൻ തുടങ്ങവേ സ്നേഹവീണയിൽ ആകാശമേഘജാലകം തുറന്നു സായാഹ്നം ആനന്ദസാന്ദ്രമായി പൊഴിഞ്ഞു നീഹാരം പൊൻകിനാവുകൾ കുനുകൂടു കൂട്ടവേ തേനിലാവുകൾ തെളിവിന്നിൽ പൂക്കവേ പൊൻകിനാവുകൾ കുനുകൂടു കൂട്ടവേ തേനിലാവുകൾ തെളിവിന്നിൽ പൂക്കവേ സാഗരങ്ങളിൽ സാന്ധ്യ നേർക്കവേ
ആകാശമേഘജാലകം തുറന്നു സായാഹ്നം ആനന്ദ സാന്ദ്രമായി പൊഴിഞ്ഞു നീഹാരം തൂമഞ്ഞു തുള്ളി വീടലിഞ്ഞ തീരങ്ങൾ രാഗാർദ്രമായി ഇത് നോക്കി. ഹായ് സിസ്റ്റർ. ഹലോ, ഒരു മിനിറ്റ്. നടക്ക്. റോസിയുടെ പപ്പ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തു പറയാൻ, എന്റെ ഇഷ്ടം. അതിനപ്പുറം ഒന്നുമില്ല എന്റെ പപ്പയ്ക്ക്. മമ്മി എങ്ങനെ? അതൊന്നും ഞാൻ പറയില്ല. പറഞ്ഞ പൊങ്ങച്ച് പറഞ്ഞൊന്ന് വരും. റോസി എന്ത് പറഞ്ഞാലും കേട്ടു നിൽക്കുന്നവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതാ. ആള് പാവാ. പിന്നെ പാവം. ഞാൻ അത്രയ്ക്ക് പാവമൊന്നുമല്ല. എന്റെ കാര്യങ്ങൾ മുഖത്തടിച്ച പോലെ പറയും, ആരോടായാലും. ഇത്രയും തന്റെ ഇടം പെൺകുട്ടികൾക്ക് വളരെ നല്ലതാ. താങ്ക്സ് ജോണി. ബൈ. ഇവളെ കിട്ടുന്നവന്റെ ഭാഗ്യം സത്യം. ഒറ്റ മോളല്ലേ, ലാളിച്ചേന്റെയാ. അതൊക്കെ ശരിയായിക്കോളും. ശരിയാവണം, അതാണ് ശരി. എന്റെ ചിന്ന, നിനക്ക് വിഷമം തോന്നാൻ വേണ്ടി പറഞ്ഞതല്ല. നീ എൽദോസിനെ കണ്ടുപിടിക്കേ. അവൻ അറിയാവുന്ന ഒരു തൊഴിൽ എഴുതി ജീവിക്കുന്നു. നീയോ? ഞാനും അറിയാവുന്ന പണി ചെയ്ത് തന്നെ ജീവിക്കുന്നത്. തെറ്റ്. നീ കൈ നിറയെ പണം കിട്ടുന്ന എന്ത് ജോലിയും ചെയ്യും. എന്നിട്ട് കൈ നിറയെ പണം കിട്ടുന്നുണ്ടോ? അതിട്ടില്ല താനും. നിന്നെ വെച്ച് അവർ കോടികൾ ഉണ്ടാക്കുന്നു. നിനക്കോ? ഇവന് തുച്ഛം. എന്നെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെട്ടാലോ? എന്നെ ആരും പിടിക്കാനും മറ്റും പോകുന്നില്ല. അഥവാ പിടിച്ചാൽ തന്നെ സർക്കാർ ചെലവിൽ അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കും, അത്ര തന്നെ. ഫസ്റ്റ് തീരുമാനം. മോനെ, മനുഷ്യന്മാര് ചെറിയ തെറ്റുകളും കള്ളത്തരങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ ഒരു കൊച്ചുകുട്ടിന്റെ കുസൃതി മാതിരി പടച്ച തമ്പുരാൻ എഴുതി തള്ളും. പക്ഷെങ്കിൽ രാജ്യദ്രോഹപരമായ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും എഴുതി തള്ളൂല. എന്നെ പോലെയുള്ളവർ ജനിക്കാതെ നോക്കേണ്ടത് തന്നെ ബഷീർക്ക് പറഞ്ഞ പടച്ചാമ്പുരാന്റെ കടമയല്ലേ. ഉണ്ടാക്കി വിട്ടയച്ചു. പിന്നെ എന്റെ ബഷീർക്ക തന്തയാരെന്നോ തള്ളയാരെന്നോ അറിയാത്ത ഒരുപാട് പേരുണ്ട് ഈ രാജ്യത്ത്. അതിലൊരുവനാ ഞാനും. സ്നേഹത്തിന് മുമ്പിൽ തോറ്റുന്നിരിക്കും. പക്ഷേ എത്ര വലിയ ഉപദേശമാണെങ്കിലും അത് ഞങ്ങളിൽ കേറില്ല. അത്രയ്ക്കുണ്ട് ഈ സമൂഹം ഞങ്ങളിൽ ഏൽപ്പിച്ച മുറിവുകൾ. ചേട്ടായി, ചേട്ടായി, എഴുന്നേക്ക്. എന്താ മോനെ? എന്താ ഇത്ര നേരമായിട്ട് എഴുന്നേക്കാത്ത? ഏയ് ഒന്നുമില്ല, ചെറിയൊരു പനി പോലെ. പനിയോ? അയ്യോ, എന്തൊരു ചൂടാ. സാരമില്ല മോനെ. ചെറിയാനെ, ഓ ചേട്ടായി, ചെറിയാനെ ഒന്ന് ഓടി വന്നേ. എന്താ എന്താ പറ്റിയേ? ചേട്ടായിക്ക് നല്ല സുഖമില്ല. ഒന്നുമില്ല ചെറിയനെ, ചെറിയൊരു പനി. അല്ല, അതങ്ങനെ സാംസാറിന് എന്തെങ്കിലും വയ്യാന്ന് കണ്ട അപ്പൊ തുടങ്ങും സൈമൻ കുഞ്ഞിന് ആദിയും വെപ്രാളവും. നീ കൂടുതൽ പറയാൻ നിൽക്കാതെ വേഗം പോയി മരുന്ന് മേടിച്ചിട്ട് വാ. ഇല്ലെങ്കിൽ ഞാൻ പോയി മരുന്ന് മേടിച്ചിട്ട് വരാം. വേണ്ട മോനെ, ചേട്ടായിക്ക് ഒന്നുമില്ല. വേണ്ട, മരുന്ന് വേണോ? മരുന്നൊന്നും വേണ്ട മോനെ. ഇനിയിപ്പൊ മരുന്നാണെന്നും പറഞ്ഞ് എന്തെങ്കിലും കഴിപ്പിച്ചില്ലെങ്കിൽ സൈമൻ കുഞ്ഞ് സമ്മതിക്കത്തില്ല. ഞാൻ പോയി 2 ഗ്യാസ് മിഠായിയെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. വേഗം വരണേ. ഓ വന്നേക്കാം. ചേട്ടായി, violin, violin, small violin, small violin, cheap rate, violin, violin, cheap rate, small violin. ഒരു മണ്ണ് വാരി കളിക്കേണ്ട പ്രായം. മണ്ണ് വാരൽ നിർത്താം, പക്ഷെ എനിക്കത് മേടിച്ചു തരുമോ? എന്ത്? ഇന്നാളെ കഴിച്ചില്ലേ അത്? അത് തന്നെയല്ലേ മോനെ ഞാനും നോക്കണത്. പക്ഷെ അവന്മാരെ ഒന്നിനെ ഇന്ന് കാണുന്നില്ലല്ലോ. കാണുന്നില്ലല്ലോ. എന്താണാ ചെറിയാനെ, നീ സൈമൻ കുഞ്ഞ വഴി എത്തിക്കാൻ ഇറങ്ങിയതാ? വഴി തെറ്റിക്കാൻ, നേർവഴി കാട്ടാനെന്ന് പറയിക്ക. സൈമൻ കുഞ്ഞെ, ഈ ചെറിയാനെ കളഞ്ഞിട്ട് നല്ല ബുദ്ധിയുള്ള ആരെങ്കിലും കൂടെ കൊണ്ടു നടന്നൂടെ?
ഇവന്റെ മണ്ടത്തരങ്ങൾ കാരണം ഞാൻ തോറ്റിരിക്ക. ഇവനെ മാറ്റി വേറൊരാളെ കൊണ്ടുവരണം. ആരെ? ഒരു പെണ്ണിനെ. അങ്ങനെ പറയേ. ആരും കണ്ടിച്ചില്ല. കൊച്ചു കള്ള. ഇങ്ങനെ പോയാ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല ഇങ്ങനെ പോയാ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട് എന്റെ മച്ചമ്പി. അതെന്താന്നേ? എന്റെ ചേച്ചി മോളെ, താഴെ ഞങ്ങൾ രണ്ടെണ്ണല്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളെ ഇവർ ഓവർടേക്ക് ചെയ്യുന്നു. ഓ അതാണോ? എങ്കിൽ സന്തോഷം. ഞാനിതാ വഴിമാറി തരുന്നു. വഴിമാറി തരുമൊന്നും വേണ്ട, അടിച്ച വഴി അങ്ങ് പോയേച്ചാ മതി. അങ്ങനെ അടിക്കുന്ന വഴിക്ക് പോകണമെങ്കിലേ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് ചേച്ചിക്ക് പോക്കറ്റ് മണി ആയി കൊടുക്കാൻ? അയ്യടാ, എന്തൊരു പുതിയ മോന്, പോക്കറ്റ് മണി. ഇതുപോലൊരു സ്ലിം ബ്യൂട്ടിയായ ഒരു പെണ്ണിനെ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതിന് രൂപ ഇങ്ങോട്ട് തരണം. അങ്ങനെ പോക്കറ്റ് മണി എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നലുണ്ടെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തെ. പറ്റിയത് പറ്റി, ഇനി പറ്റാതെ സൂക്ഷിച്ചോണെന്നല്ലേ? അതെ. അങ്ങനെ പറ്റാതെ സൂക്ഷിക്കുന്നില്ല ഞാൻ. എന്റെ ഡേസി, നിനക്കറിയാലോ പോക്കറ്റ് മണിയുടെ വലുപ്പം കണ്ടാ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്? നോനോ, ഞാനങ്ങനെ പറഞ്ഞില്ലട്ടോ. എന്റേതായ ചില പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അതൊന്ന് ക്ലിയർ ആയാൽ പിന്നെ ഒട്ടും താമസിക്കില്ല. അത് മതി എന്റെ മച്ചമ്പി. നിങ്ങൾ നിങ്ങളുടെ പ്രേമത്തിന്റേതായ ലോകത്ത് പറന്നുല്ലസിക്ക്. അതുപോട്ടെ, ടെറ്റിക്കും വേണ്ട ഒരു ലൈഫ് പാർട്ട്ണർ വേണം. പക്ഷേ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്താ നിന്റെ കണ്ടീഷൻസ്? ഒന്നാമത്തെ കണ്ടീഷൻ, ഞാൻ എന്തെങ്കിലും കൊള്ളരുതായ്മ ചെയ്താ എടി പുല്ലേന്ന് വിളിച്ച് ചെവിക്കല്ലിനിട്ട് കണ്ട് തരാൻ കഴിവുള്ളവനായിരിക്കണം. അങ്ങനെയുള്ള ഒരുത്തിനെ ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കും എന്റെ പീറ്ററെ? ആ ഹതഭാഗ്യവാനെ എത്രയും പെട്ടെന്ന് കൊണ്ടുതരണേ കർത്താവേ. എഴുന്നേക്ക്. ഗുഡ് മോർണിംഗ് ചേച്ചി മോളെ. മോർണിംഗ്. ചായ കുടിക്ക്. ജോണി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എഴുന്നേക്ക്, എഴുന്നേക്ക്. ചായ. ചായ അവിടെ വെച്ചൊരു ചേച്ചി മോളെ, ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ്. നിനക്ക് ചേച്ചിയുടെ കൂടെ കിച്ചണിൽ എന്തെങ്കിലും പണി ചെയ്യായിരുന്നു? യെസ് മമ്മി. ജോണി, എഴുന്നേക്ക്. ക്ലാസ്സിൽ പോണ്ടേ? ഈ മമ്മിയുടെ ഓരോ കാര്യം. അയ്യോ, എന്ത് പറ്റിയടാ? എന്നെ ഏതാണ്ട് കടിച്ചു. ഈ ബെഡ് വല്ലപ്പോഴും കുടഞ്ഞു വിരിക്കണമെന്ന് പറഞ്ഞ കേൾക്കുകയല്ല. ചെല്ല് ചെല്ല് ചെല്ല്, എഴുന്നേക്ക്. ഒഴിവുള്ള ദിവസം ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ല മമ്മി. എനിക്ക് ഹലോ, അതെ. ആ, ഗുഡ് മോർണിംഗ് സർ. ഓക്കെ സർ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ മമ്മി, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. എന്താ മോളെ? ഡയറക്ടർ രാംഗോപാലെ വിളിച്ചത്. അദ്ദേഹത്തിന്റെ അടുത്ത പരസ്യത്തിൽ മോഡലായിട്ട് എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് മേക്കപ്പ് ടെസ്റ്റ്, നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നു. ഓ മൈ ജീസസ്, താങ്ക് ഗോഡ്. ചേച്ചി മോള് വേഗം റെഡിയാവും. കൂടെ ഞാൻ വരാം ഗാർഡിയനായിട്ട്, അല്ലേ മമ്മി? പോകുന്ന വഴി പള്ളിയിൽ കയറണം. പപ്പയോട് പറഞ്ഞിട്ട് വേണം പോവാൻ. ചേച്ചി മോളെ, ദാ വരുന്നു.
ജോണി, എനിക്ക് പീറ്ററെ ഒന്ന് കണ്ടിട്ട് വേണം പോവാൻ. ശരി. പീറ്റർ പറഞ്ഞില്ലേ, അതുപോലെ സംഭവിച്ചു. രാംഗോപാലിന്റെ അടുത്ത പരസ്യ ചിത്രത്തിൽ ഞാനാ ഹീറോയിൻ. ഗുഡ്. എനിക്കറിയാമായിരുന്നു ഡെയ്സിക്ക് ചാൻസ് കിട്ടുമെന്ന്. ദെൻ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. പിന്നെ ഒന്ന് ഓർക്കുക, ഏതൊരു തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. ആളുകൾക്ക് പല കമന്റുകളും പറയാൻ കാണും. നീ ഇപ്പോ തുടങ്ങാൻ പോകുന്ന ഈ ഫീൽഡിനെ കുറിച്ച് സ്വയം നിയന്ത്രിക്കാനും സൂക്ഷിക്കാനും മറക്കരുത്. പോയിക്കോളൂ. ഗോഡ് ബ്ലസ് യു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഹീസ് മൈ ബ്രദർ ജോണി. ഹലോ. ഹലോ. പ്ലീസ് വെയിറ്റ് ഹിയർ. ഷുവർ. കം ഓൺ ഡെയ്സി. സർ, ചേച്ചി മോളെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും കൂടെ പോരായിരുന്നു. ഇനിതാ ചേച്ചി ആ പാക്കറ്റ് തന്നെ. ഞാൻ പിടിച്ചോളാം. ഞാൻ പിടിച്ചോ. എത്രയാ? അതും പിടിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കിക്കോട്ടെ മമ്മി. ഇവിടുന്ന് കൊണ്ടുപോയതിൽ കൂടുതൽ സാധനം ഉണ്ടല്ലോ. എല്ലാവർക്കും കുറച്ച് ഡ്രസ്സ് വാങ്ങി. ഓ നോക്കട്ടെ. ആ എനിക്ക് വാങ്ങിയൊക്കെ എവിടെ? കാണട്ടെ കാണട്ടെ. നിക്ക്, ഞാൻ നോക്കട്ടെ ആദ്യം. എന്റത് കാണുന്നില്ലല്ലോ. ഇതിലുമില്ല. അത് നോക്കട്ടെ. പപ്പ മരിച്ചതിൽ പിന്നെ ഇതുപോലൊരു ചിരിയും കളിയും സന്തോഷവും ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാ. അതിനു വേണ്ടിയല്ലേ മമ്മി മനസ്സുകൊണ്ട് ഇഷ്ടമല്ലെങ്കിലും ഞാനിതിന് സമ്മതിച്ചത്. എന്റെ പപ്പയുണ്ടായിരുന്നെങ്കിൽ എന്നെ ഒരു മോഡലായിട്ട് വിടില്ലായിരുന്നു. ചേച്ചി ഈ സാരി എനിക്ക് വേണം. കാസിം ഭായ്. അതെ, കാസിം ഭായ്. ഇതെന്റെ രണ്ടാമത്തെ വരവാ. ഇവിടെ ഞാൻ ആദ്യം വന്നത് ഈ ആധാരം എന്റെ കയ്യിൽ തന്നപ്പോ. നിങ്ങളുടെ ബാപ്പയ്ക്ക് രൂപ 25 ലക്ഷം എണ്ണിക്കൊടുക്കാനായിരുന്നു ആ വരവ്. ഇന്ന് അത് തിരിച്ചു ചോദിക്കാനും. കാസിം ഭായ്, ഞങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യൂല, അതെനിക്ക് ഉറപ്പാ. എന്നാലും എന്താന്ന് വെച്ചാ പറയാതെ എങ്ങനെ അറിയുന്നേ? എങ്കി കേട്ടോ, എനിക്ക് തരാനുള്ള 25 ലക്ഷവും പലിശയും ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല വിളഞ്ഞ ഗോതമ്പമണിയുടെ നിറത്തിലുള്ള നിങ്ങളുടെ പെൺകുട്ടികളെ വിട്ടാ മതി 25 ദിവസത്തേക്ക്. വീട്ടിൽ കയറി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യമോ? ഒരിക്കലുമല്ല. ഇതെന്റെ ആവശ്യമാ. ആവശ്യക്കാരന് ഔചിത്യമില്ല. കൂടെ പോന്ന ദിവസവും 1 ലക്ഷം വെച്ച് കുറയ്ക്കും ഈ കാസിം ഭായ്. ജോണി
കാസിമിന്റെ ദേഹത്ത് കൈവെക്കാനുള്ള കരുത്ത് നിനക്കായിട്ടില്ല. അടുത്ത അവധിക്ക് വീടൊഴിയുക, അല്ലെങ്കിൽ പറഞ്ഞതനുസരിക്കുക. അവസാന വാക്കായത്. ഈ ഒരു അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയില്ലേ പീറ്ററിന്റെ പൊസിഷൻ. ഞാൻ അഭിനയിച്ച പരസ്യചിത്രം പുറത്തു വന്നാൽ കുറെ ചാൻസുകൾ കിട്ടിയെന്ന് വരും. അതുവരെ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. കഴിയും. അതുവരെ പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയണം. എന്റെ സഹോദരങ്ങളെയും അമ്മയും പെരുവഴിയിൽ ഇറക്കില്ല ഞാൻ, അതുറപ്പാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇന്ന് എന്റെ മമ്മി വിളിച്ചിരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. എന്താ? അതിപ്പോ പറയാൻ കഴിയില്ല. വരട്ടെ. ഞാനിന്ന് നിന്റെ ആ ഗോതമ്പ് മണികളുടെ വീട്ടിലൊന്ന് കയറി. നേര് അടുത്ത അവധിക്ക് മുമ്പ് വീടൊഴിയുക, അല്ലെങ്കിൽ പണം തരിക. ഇതാ ബായി പറഞ്ഞിരിക്കുന്നത്. മതി ബായി, എനിക്കത് മതി. ഇനി അവൾ എന്റെ അടുത്ത് വരും. ഒരു ദിവസമെങ്കിലും എനിക്ക് അവളെ വേണം. നിങ്ങളുടെ പഴയ പാർട്ട്ണറുടെ വാപ്പ, അത് മറക്കണ്ട. ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ മറന്നല്ലേ പറ്റൂ. അതായത് ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുന്നത് പോലെ അല്ലേ? കറക്റ്റ്. എത്ര ലോഡ് സ്പിരിറ്റാ നമ്മൾ കയറ്റി അയക്കുന്നേ? 7 ലോഡ്. വേണ്ടത് ചെയ്തിട്ടില്ലേ? ഉണ്ട്. CI തമ്പിക്ക് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. എല്ലാം അയാൾ നോക്കിക്കോളും. അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ പേടിക്കണ്ട. നമ്മുടെ പിള്ളേരെ അവിടെയായി നിർത്തിയിട്ടുണ്ട്. മാർഗതടസ്സമുണ്ടായാൽ അപ്പൊ തന്നെ ചാമ്പി കളിമാവന്മാര്. ആരും തടയില്ല നമ്മൾ വിടുന്ന വണ്ടി. തടയരുത്. എന്താണ് ചെറിയാനെ ഇന്ന് ഒറ്റയ്ക്ക്? ഞാൻ ഇന്നൊരു ദുഃഖത്തില. ദുഃഖത്തിൽ. എന്താ നിന്റെ ദുഃഖം? താടിയില്ലാത്ത ദുഃഖം. തടിയില്ലാത്തതോ? തടിയല്ലടാ, താടി. അതെന്താടാ എല്ലാവരും ദുഃഖം വരുമ്പോഴല്ലടാ താടി വെക്കുന്നത്? ഏതായാലും നിനക്ക് താടി വരാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം. ദിവസവും ഇതുപോലെ ഓരോന്ന് പിടിപ്പിച്ചാൽ നിനക്ക് താടിയും മുടിയും വളർന്ന് നീ ഒരു ഹിപ്പി പരുവത്തിലാവും. ഇത് പിടി. വലിച്ചോ. ആഞ്ഞു വലി. വലിക്ക്. താടി ഇങ്ങ് വരട്ടെ. നല്ല സുഖം തോന്നുന്നു. ശരിക്ക് വലി. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പോഴോ? ഇപ്പോൾ സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത് ഞാൻ കാണുന്നു. തുറക്കും. സ്വർഗത്തിൽ എന്തെല്ലാം കാണുന്നു? സ്വർഗത്തിൽ ദൈവത്തെ കാണുന്നു, എന്റെ പൂർവികരെ കാണുന്നു, പിന്നെ കന്യാമറിയത്തെ കാണുന്നു. പിന്നെ ആരെ കാണുന്നു? അതിനെന്തിനാണ് എന്നെ തല്ലിയത്? സ്വർഗത്തിൽ ഒരു പിശാച് നിൽക്കുന്നത് കണ്ടു. അതാ ഞാൻ തല്ലിയത്. മോനെ, എന്താ ഇത്? തോക്കെടുത്താ കളിക്കുന്നേ? എനിക്ക് ആ കള്ളച്ചെറിയാനെ കൊല്ലാനാ. ചേട്ടായിയുടെ നേരെ ഷൂട്ട് ചെയ്താ ചേട്ടായി മരിച്ചു പോയില്ലേ? പിന്നെ മോനെ ആരുള്ളേ? എന്റെ ചേട്ടായെ ഞാൻ ഒന്നും ചെയ്യില്ല. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആൽബർട്ട് വിളിച്ചിരുന്നു. സാറിനെ മൊബൈലിൽ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു സാറ് ബിസിനസ് ടൂറിലാണെന്ന്. ഗുഡ്. നമ്മുടെ ഈ ബിസിനസ്സിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് ജോലി മനസ്സിലാക്കി കഴിഞ്ഞു ഇല്ലേ? എന്നൊന്നുമില്ല, എങ്കിലും ഇത്ര ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സർ. എന്താ ഇത്? ആഫീസിൽ ഒന്ന് രണ്ടാളും സല്ലപിക്കട്ടെ ഭായി. ടെൻഷൻ പിടിച്ച ജോലി തിരക്കിനിടയിൽ ഇതേ ഉള്ളൊരു ആശ്വാസം. അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അബു. എന്റെ ജോണി എങ്ങനെ ചിരിക്കാതിരിക്കും? എന്താ മറ്റുള്ളവരുടെ ദുഃഖം അറിയുമ്പോ ഇങ്ങനെ ചിരിക്കാൻ കഴിയോ? പിന്നെ നീ എന്ത് വർത്താനാ പറഞ്ഞത്? നിനക്കൊരു ജോലി കിട്ടി, ആ ശമ്പളം കൊണ്ട് കടമൊക്കെ തീർത്ത്
സഹോദരിമാരെ കെട്ടിച്ചതിന് ശേഷം നമുക്ക് വിവാഹിതരാകാന്ന് അല്ലേ? അതെ, അതിലെന്താ അത്ര കോമഡി ഉള്ളത്? നിനക്കൊരു ജോലി കിട്ടി, ആ ശമ്പളം കൊണ്ട് കാസിംബായുടെ കടത്തിന്റെ പലിശ പോലും കൊടുക്കാൻ കഴിയില്ല, അറിയോ? നീ നിന്റെ കാര്യം നോക്ക്. ഈ ഒരു അവസ്ഥയിൽ അതാ ബുദ്ധി. എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. ചേച്ചിമോളെയും ചിറ്റിയൊക്കെ ഉപേക്ഷിച്ച്. എന്തിനാ ഉപേക്ഷിക്കുന്നത്? അവരവരുടെ കാര്യം നോക്കട്ടെ. മമ്മിയോ? മക്കള് 3 പേരും അവരവരുടെ വഴി കണ്ടെത്തിയാ മമ്മിക്കുള്ള സ്ഥലം താനേ ഉണ്ടാവും. എന്നാലും ഒരെന്നാലും ഇല്ല. നീ എത്രയും പെട്ടെന്ന് വന്ന് ഡാഡി ഒന്ന് കാണ്. ഡാഡിക്ക് പല തീരുമാനങ്ങളുണ്ട് നമ്മെ പറ്റി. കാണാം. ഡാഡി. മോളെ. ഹായ് മമ്മി. നീ ആരാ എന്റെ കൂടെ വന്നിരിക്കുന്നു നോക്കി. ഹായ് ജോണി. ഹായ്. എന്തൊക്കെയുണ്ട് ജോണി വിശേഷങ്ങൾ? സുഖം തന്നെ. ജോണിക്ക് ചെടികളും പൂക്കളും ഒക്കെ എങ്ങനെ താല്പര്യമുള്ള വിഷയങ്ങളാണോ? അങ്ങനെയൊന്നുമില്ല. ജോണിക്ക് സ്പോർട്സിലാ കമ്പം അല്ലേ? ചെറുതായിട്ട്. ഇവളിവിടെ വാ തോരാതെ പറയാറുണ്ട്. റോസി എനിക്ക് ഒറ്റ മോളാ, അറിയാലോ ജോണിക്ക്. അവൾക്ക് മാത്രമല്ല അവളുടെ ഭർത്താവിനും അവൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും സുഖമായി അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. റോസിയെ ഞങ്ങൾ വിവാഹം കഴിച്ചു വിടില്ല, മറിച്ച് വിവാഹം കഴിപ്പിച്ച് ഇവിടെ നിർത്തുള്ളൂ. ഞങ്ങൾക്ക് ഇതിനൊന്നും തിടുക്കമില്ല കേട്ടോ. എല്ലാം നന്നായി ആലോചിച്ച് ചെയ്താൽ മതി. ആ ജോണി അകത്തേക്ക് ചെല്ലെ മോളെ. അയ്യോ വേണ്ട. ജോണിയെ കൂട്ടിക്കൊണ്ടുപോയി എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക. വേണ്ട, എനിക്ക് ഉടനെ പോണം. ഞങ്ങൾ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. ചെല്ലു മോനെ. വരൂ. Come on. ഇത് കണ്ടോ, ഇതാണ് എന്റെ ബെഡ്റൂം. എങ്ങനെയുണ്ട്? ഈ ബെഡിൽ കിടന്നാടാ ഞാൻ നിന്നെ സ്വപ്നം കാണാറുള്ളത്. നീ ഈ റൂമിൽ ആദ്യമായി വരുമ്പോ നിനക്കൊരു സമ്മാനം തരണ്ടേ? എന്താ ഈ കാണിക്കുന്നേ? നിന്റെ ഡാഡി മമ്മിയെ വരും. വരില്ല, അവരത്രയ്ക്ക് മാനേഴ്സ് ഇല്ലാത്തവരല്ല. നീലരാത്രി നെയ്തെടുക്കുമീ ചിറയിലേറി നമ്മൾ യാത്രയായി. നീലരാത്രി നെയ്തെടുക്കുമീ ചിറയിലേറി നമ്മൾ യാത്രയായി. ിയും ഗസലിലൊഴുകി മനസ്സ് മനസ്സിലിഴുകി ഇഴുകി റാപ്പ് കട്ടിയടേ നല്ല റാപ്പ് കുമ്മിയടേ ഷാമ്പയിനും ഒക്കെ കൊണ്ടാ തിരിയിലിരിയമേ ചരസിൻ ലഹരിയിൽ. ഹേ 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 പക്ഷിപോൽ പറന്നുതാ പകലിറമ്പിലൂടവേ രാക്കിനാക്കൽ തേടുവാ. ഹായ് ഹായ് ഹായ്. പക്ഷിപോൽ പറന്നു നാം പകലിറമ്പിലൂടവേ രാക്കിനാക്കൽ തേടുവാൻ. ഹായ് ഹായ് ഹായ്. വെള്ളിക്കൂട്ടിൽ വെട്ടം കൊളുത്തിയ കിന്നര നക്ഷത്രമേ വേനൽക്കാലമായി മെനഞ്ഞിട്ട പാതിരമേഘങ്ങളെ. വെള്ളിക്കൂട്ടിൽ വെട്ടം കൊളുത്തിയ കിന്നര നക്ഷത്രമേ വേനൽക്കാലമായി മെനഞ്ഞിട്ട പാതിരമേഘങ്ങളെ.
ഗസലിലൊഴുകി മനസ്സ് മനസ്സിൽ ഇഴുകി ഇഴുകി റാപ്പ് കെട്ടിയടി നല്ല റാപ്പ് കുമിയടി ഷാമ്പയിനും പോർക്കെ കൊണ്ട തിരിയിലിരിയുമീ ചരത്തിൽ ലഹരി കടലിറമ്പിലൂടവേ തിരനുറഞ്ഞു തുള്ളുവാ ഹായ് 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 കാറ്റ് പോലലഞ്ഞു നാം കടലിറമ്പിലൂടവേ തിരനുറഞ്ഞു തുള്ളുവാൻ ഹായ് 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 നിന്നെ മാറിയ മഞ്ഞിട്ടാറി വീട്ടിയ രാഗങ്ങളെ നമ്മൾ കാണും സ്വപ്നങ്ങളെല്ലാം പാടിച്ചോടിച്ചാട്ടെ നിന്നെ മാറിയ മഞ്ഞിട്ടാറി വീട്ടിയ രാഗങ്ങളെ നമ്മൾ കാണും സ്വപ്നങ്ങളെല്ലാം പാടിച്ചോടിച്ചാട്ടെ കിളിയിൽ അഴിയും ഗസലിലൊഴുകി മനസ്സ് മനസ്സിൽ ഇഴുകി ഇഴുകി റാപ്പ് കെട്ടിയടി നല്ല റാപ്പ് കുമിയടി ഷാമ്പയിനും പോർക്കെ കൊണ്ട തിരിയിലിരിയുമീ ചരസിൽ ലഹരി തിരിയിലിരിയുമീ ചരസിൽ ലഹരി നീലരാത്രി നെയ്തൊടുക്കുമീ ചിറയിലേറി നമ്മൾ യാത്രയായി നീലരാത്രി നെയ്തെടുക്കുമീ ചിറയിലേറി നമ്മൾ യാത്രയായി ഈ കിളിയിൽ അലിയും ഗസലിലൊഴുകി മനസ്സ് മനസ്സിൽ ഇഴുകി ഇഴുകി റാപ്പ് കെട്ടിയടി നല്ല റാപ്പ് കുമിയടി ഷാമ്പയിനും പോർക്കെ കൊണ്ട ഈ ആസ്വാദ്യത ഈ സുഖം ഇത് ഈ പ്രായത്തിലെ പറ്റൂ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലും ആവാം. ഫോർ എക്സാമ്പിൾ നോ നോ ഉദാഹരിക്കാനൊന്നും നോക്കണ്ട നീ അത് അവസാനം ഞങ്ങളെ ബോറടിപ്പിച്ച് കരച്ചെല്ലു കൊണ്ടെത്തിക്കും. അതുകൊണ്ട് പ്ലീസ് മോളെ, നീ കമ്പനി ചളാക്കരുത്. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താനാ ശ്രമിക്കുന്നത്. ഓ നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഓ കരച്ചിൽ തുടങ്ങിയോ? എത്ര പഫ് എടുത്തു? ഒരു പൊടിയെ. അത് ശരി. എന്നിട്ടാ ചിലര് കരഞ്ഞു തീർക്കൊന്ന് കേട്ടിട്ടില്ലേ? അവളിരുന്ന് കരയട്ടെ, നീ ഇരിക്കൂ ജൂലി. നോനോ, ഞാനില്ല. ഓ ആ സാം അലക്സിന്റെ അടുത്ത് ഒരു തുക്കടാ പണി കിട്ടിയപ്പോ സകല കൂട്ടുകെട്ട് നിർത്തി നീ നല്ല വിളിയാവാൻ ശ്രമിക്കുക. നിന്നെ അയാൾ ഊറ്റിക്കുടിച്ചിട്ട് ഒരു ദിവസം ഈ കടലിൽ വലിച്ചെറിയും. നോക്കിക്കോ. പറഞ്ഞാൽ അറിഞ്ഞില്ലേ, അനുഭവിച്ചറിയും. ഹലോ, ഞാൻ കാസിം ബായ്. എനിക്ക് ഇതുവരെ മറുപടി ഒന്നും കിട്ടിയില്ല. എന്നാണ് വീട് ഒഴിയുന്നത്? എത്രയും പെട്ടെന്ന് വേണം. ഇനി എന്റെ വരവ് എല്ലാത്തിനെയും വലിച്ചു പുറത്തു കളയാനായിരിക്കും. ആരായിരുന്നു കാസിം ഭായി? നമ്മൾ എന്ത് ചെയ്യും മോളെ? മമ്മി വിഷമിക്കാതിരിക്കേ. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഞാൻ സാം അലക്സിനെ ഒന്ന് കാണാം. എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയണമല്ലോ. ഇതുവരെ പറഞ്ഞു തള്ളിയ കാര്യങ്ങളല്ല എനിക്ക് പറയാനുള്ളത്. ഒരു പുത്തൻ പുതിയ ആശയം. അതെന്തുകൊണ്ടും ഡേസിക്ക് ഗുണമേ ചെയ്യൂ. അല്ലെങ്കിലും എന്റെ ആശയങ്ങൾ ഇതുവരെ ആർക്കും ദോഷം ചെയ്തിട്ടില്ല. നിങ്ങൾ കാര്യം പറഞ്ഞില്ല. പറയാം. എനിക്ക് ഡേസിയെ വേണം.
ഒരു നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കുകയും ദേശിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും, ഭാര്യയായിട്ട്. ഭാര്യയായിട്ടെന്ന് പറയുമ്പോൾ അതെന്റെ അല്ല, എന്റെ അനുജന്റെ ഭാര്യയായിട്ട്. അവൻ ഒരു കളിക്കൂട്ടുകാരിയെ പോലെ നീ ഉണ്ടാകണം എന്റെ വീട്ടിൽ. ദേശിയുടെ മുഴുവൻ ബാധ്യതകളും ഞാൻ ഏറ്റെടുക്കും. ഓക്കെ, ആലോചിച്ചിട്ട് മതി. അവൾ ചിരിച്ച ചിരിപ്പേ ഞാനേ ഒരു പെണ്ണ് വന്നിന പാത്തേ അവൾ ചിരിച്ച മോൻ ഊണ് കഴിച്ചോ? കഴിച്ചു. എന്റെ അമ്മോ, ഒരുവിധം കഴിപ്പിച്ചോന്ന് പറയാം. ഒന്ന് ഞാൻ പറയാം, ഇവിടെ നല്ലൊരു വേലക്കാരി, അതായത് എക്സ്പോർട്ട് ആയിട്ടുള്ള ഒരു പാചകക്കാരി അത്യാവശ്യമാണ്. നീ നോക്കിക്കോ, ഇവിടെ ഒരു പാചകക്കാരി വരാൻ പോകുന്നു. എന്നാ വരുന്നേ? അതൊക്കെ വരും. എന്നാ വേഗം കൊണ്ടുവാ, എനിക്ക് കൂട്ടുകൂടാൻ ഒരാളായല്ലോ. അപ്പൊ ഞാനും നിന്നെ എനിക്ക് ഇഷ്ടമല്ല. ഈ വരുന്ന ആള് മോന് ജീവിതകാലം മുഴുവനും കൂട്ടുകൂടാൻ പറ്റിയ ഒരു കൂട്ടുകാരിയാണ്. വാ. ഒന്നും ആലോചിക്കാനില്ല, അതെന്തായാലും വേണ്ട. ചേച്ചിമോള മന്ദബുദ്ധിയുടെ ഭാര്യയായിട്ട് ഞങ്ങൾക്കൊരു ജീവിതം തരാൻ നോക്കണ്ട. മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല മോളെ. ഇല്ല, ഇതും അയാളുടെ കാരുണ്യം കൊണ്ടെന്ന പോലെയാ. പീറ്ററോട് ചേച്ചിമോൾ എന്ത് പറയും? അങ്ങനെ എളുപ്പം പിരിയാൻ പറ്റുമോ നിങ്ങൾക്ക്? കാലത്തിന് മായ്ക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. പീറ്ററോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല, എല്ലാം എനിക്ക് മനസ്സിലാവും. വിഷമമുണ്ട്, എങ്കിലും പിരിയാതെ പറ്റില്ലല്ലോ. നമുക്ക് പിരിയാം. പീറ്റർ ഒരിക്കൽ പോലും പരിധി വിട്ട് എന്നോട് അടുക്കുകയോ പെരുമാറുകയോ ചെയ്തിട്ടില്ല. ഈ അവസരത്തിൽ നിനക്ക് എന്നിൽ നിന്ന് ഡേസി, ദേശിയോ, എന്തായി തീരുമാനം? എനിക്ക് സമ്മതമാണ്. നിങ്ങളുടെ അനുജൻ സൈമനെ ഭർത്താവായി സ്വീകരിക്കാൻ എനിക്ക് സമ്മതമാണ്. ഇറങ്ങും മോനെ. ഹായ് ആന്റി. നമ്മൾ കൊച്ചിയിൽ നിന്നും ഗോവയിൽ വന്ന രണ്ട് ഫാമിലികൾ ഒരിക്കലും അകന്ന് ജീവിക്കരുതെന്ന് ദൈവനിശ്ചയം. അതിൽ നമുക്ക് സന്തോഷിക്കാം അല്ലേ ആന്റി? ആ, ദേശി എവിടെ? എന്നെ ഇഷ്ടമായോ? ജീവിത പകുതിയില പങ്കാളിയെ കിട്ടുക. ഇനി മുതൽ നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ഏറ്റവും ഭംഗിയുള്ളതാകട്ടെ എന്ന് ആശംസിക്കുന്നു.
നോക്കിയേ. വേണോ? ഗുഡ് മോർണിംഗ് ഡേസി. ഇതുപോലെ എന്നും നിന്നെ ഇങ്ങനെ കാണാൻ കഴിയുന്നത് തന്നെ ഒരു സുഖമാണ്. ഇനി മുതൽ എന്നും നിന്നെ ഇങ്ങനെ കാണണം. ഡേസി, ഡേസിക്ക് എന്നോട് അല്പം വിരോധമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എനിക്കത് മതി. എന്നോട് ഒരിക്കലും വിരോധം തോന്നരുത്. ഇനി മുതൽ എന്താവശ്യങ്ങളും ഡേസിക്ക് എന്നോട് പറയാം. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലേ, എന്റെ അനുജന്റെ എല്ലാ കുറവുകളും ഞാൻ നിനക്ക് തരും. പുള്ളിക്കാരൻ എഴുന്നേറ്റില്ല അല്ലേ? ഇല്ല. ഇനി മുതൽ ഞാൻ വിളിച്ചു കേൾപ്പിക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്ന. അതിനൊക്കെ ഇപ്പൊ ആളുണ്ടല്ലോ. ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ എടുത്തോളാം. അല്ല, ഇവിടെ കിച്ചൺ വർക്ക്സ് മുഴുവൻ ചെയ്യുന്ന ചെറിയാനാണോ? പിന്നല്ലാതെ, മടുത്തു ഞാൻ. നല്ലൊരു വേലക്കാരി കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടേനെ. നല്ലൊരാളെ കിട്ടുമോന്ന് അന്വേഷിച്ചു നോക്ക്. എനിക്കൊന്നും വേണ്ടി പറയണമെങ്കിൽ ആരെങ്കിലും വേണ്ടേ? അത് നേരാ, ഞാൻ അന്വേഷിക്കാം. അല്ല, സൈമൺ കുഞ്ഞിനോട് വേണ്ടി പറയുന്നൊന്നും ഇഷ്ടമല്ലേ? എന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സൈമൺ കുഞ്ഞ് നല്ലവനാ, നല്ല സ്നേഹമുള്ളവനാ. സൈമൺ, സൈമൺ, എഴുന്നേക്കുന്നേ. രാവിലെ തന്നെ കുളിച്ച് വേഷം മാറിയല്ലേ? ചായ കുടിക്കേ. ഡാഡി പറഞ്ഞതിനെ കുറിച്ച് എന്റെ ജോണി എടുത്ത തീരുമാനം? എനിക്കങ്ങനെ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയൂ റോസി? ലോകം ഇത്രയും വേഗം മുന്നോട്ട് പോകുമ്പോ നിന്നെ പോലെ സാമട്ടിലുള്ളവർ പുറകോട്ട് പോകും. എന്തിനും ഏതിനും സഡൻ ഡിസിഷൻ ആവശ്യം. ആവശ്യമില്ലാത്ത സ്നേഹവും ബഹുമാനവും ഒന്നും വെച്ച് പുലർത്തി നടന്നിട്ട് ഒരു കാര്യമില്ല എന്റെ ജോണി. ഏതവന്റെ മുഖത്ത് നോക്കിയും നമുക്ക് പറയാനുള്ളത് പറയാ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് അർഹതയില്ലാത്തവന് കിട്ടും. കേട്ടിട്ടില്ലേ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നെന്ന്? നീ പറഞ്ഞതിന്റെ മീനിങ് എനിക്ക് മനസ്സിലായി. എനിക്ക് അർഹതപ്പെട്ടത് മറ്റൊരുത്തനും കൊണ്ടുപോകാതെ നോക്കാനുള്ള സ്മാർട്ട്നെസ് ഒക്കെ എനിക്കുണ്ട്. ഇതെല്ലാം കൂടി വാരിക്കെട്ടി നീ എങ്ങോട്ടാ? എനിക്ക് പോണം. എങ്ങോട്ട്? നിന്നോട് പറയാലോ, റോസി വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് അവളോടൊപ്പം പോണം. നീ എന്തായി പറയുന്നേ? ചിറ്റി, ആദർശം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവരവരുടെ കാര്യം നോക്കുക. റോസിയുടെ ഡാഡി 2 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ നേർക്ക് വന്ന ആ ഭാഗ്യം ഞാനായിട്ട് തട്ടിക്കളയൂല. നീ പോവാ? നീ പോയ മമ്മി ഞാനും. ഞാൻ അവിടെ നിന്നുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. അത് റോസി അറിയാൻ വേണ്ട. നാണല്ലോ നിനക്ക്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാം വിവരം. എന്താ ജോണി, നീ എങ്ങോട്ടാ? മമ്മി അറിഞ്ഞില്ലല്ലോ. ഇവൻ പോവാന്ന് ഇവന്റെ കാര്യം നോക്കി. ജോണി മോനെ, നീ എങ്ങോട്ടാ പോന്നേ? ഞങ്ങളെ ഉപേക്ഷിച്ച് നീ എങ്ങോട്ടാ പോന്നേന്ന്? ഞാൻ പറയാം. ജോണി എന്നോടൊപ്പം
എന്റെ വീട്ടിലേക്കാണ് പോരുന്നത്. അടുത്ത 11th ഞങ്ങളുടെ മാരേജ് ആണ്. കാർഡ് അയക്കാം. സൗകര്യമുള്ളവർക്ക് വരാം. ജോണി, കമോൺ. Hey, Treaty. Hey. What happened, yeah? Come on. Hello, Treaty. Get up. How are you? Take a strong puff and cheer up. Come on. Come on, da. Come on. Hey, Titi, come on. Oh, come on, Treaty. Hey, take a puff. Come on, come on. Cheer up. Bye. Yeah. Get up. അതിരിക്കട്ടെ എന്റെ ചെറിയാന്, നിന്റെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. അതല്ലേലും നേരാ. ചേട്ടാ മണ്ട അല്ല മണ്ടനല്ല ശണ്ട. ആ മന്ദബുദ്ധി പെണ്ണൊറ്റപ്പോ തന്നെ അവർ ഒഴിവാക്കിയതല്ലേ? ഞാൻ ഒഴിവായിട്ടില്ല. രാത്രിയുള്ള ഡ്യൂട്ടി മാത്രമേ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ. എന്റെ പൊന്നുമോനെ, ഇനി അല്ലടാ അവിടെ രാത്രി ഡ്യൂട്ടി ആവശ്യം. അതിനൊന്നും മിനിങ്ങാൻ വേണ്ടി തന്നെ ഞാൻ പുറത്ത് ചാടിയത്. ഇനി നോക്കിക്കോ, നാളെ മുതൽ രാപ്പകല് ഡ്യൂട്ടി അവിടെ തന്നെ ആയിരിക്കും. നീ ആ മന്ദബുദ്ധി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഇക്ക, ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? അതെ. പെണ്ണിന്റെ സ്വരം. വാ നമുക്ക് പോയി നോക്കാം. എൽദോസ് വേണ്ട, ഇവിടുന്ന് ഒച്ചാട്ടല്ല അങ്ങോട്ടാ ഓടുക. അപ്പൊ അവിടെ വെച്ചേക്ക് നിങ്ങളോടല്ലേ? ശരിയാലേ എൽദോസേ, വാ പിടിക്കൂ. ബോധം തന്നെയില്ലേ, പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാ. പിടി. ഞാൻ സീറ്റിൽ തൊടിക്കല്. ശരിയാനെ ശരിയാനെ, നേരെ എത്രയെന്നറിയോ? നിനക്ക് പോണ്ടേ? എനിക്ക് ഓ മൈ ഗോഡ്, സമയം ഒരുപാടായി. നേരത്തെ ഒന്ന് വിളിക്കരുതായിരുന്നു. ചെറിയനെ, എങ്ങോട്ടാ ഈ വഴി? ടിറ്റി ഇന്നലെ വീട്ടിൽ വന്നില്ല. ഞാൻ അവളെ അന്വേഷിച്ചിറങ്ങിയതാ. പേടിക്കണ്ട, ബഷീർക്കടെ വീട്ടിലുണ്ട്. ഇന്നലെ അല്പം കൂടിപ്പോയി. തക്ക സമയത്ത് ഞങ്ങൾ കണ്ടുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. ചെല്ല്, ഞാൻ പോവുക. ഇപ്പൊ തന്നെ ഒരുപാട് താമസിച്ചു. മോളെ,
നിങ്ങൾ വിഷമിക്കണ്ട, ഒരു കുഴപ്പമില്ല. എന്താ ചെയ്യ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതിൽ നമ്മൾ പരിഭവിച്ചുകൊണ്ടോ ദേഷ്യപ്പെട്ടുകൊണ്ടോ ഒരു കാര്യമില്ല. ഗുണദോഷം നന്നാക്കാൻ നോക്കുക, അതാണ് ചെയ്യേണ്ടത്. മോളെ ചിറ്റി, എഴുന്നേൽക്ക്. ഞാൻ എവിടെയാ? ബഷീർക്കാരുടെ വീട്ടില്. ഒന്നും ഓർമ്മയില്ലല്ലേ? എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ നോക്ക്. ആ, ഒരു കാര്യം, എന്റെ വീട്ടിനെ കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാളായതുകൊണ്ട് പറയാ, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടരുത്. ചായടി. നിൽക്കവിടെ. എങ്ങോട്ടാ കയറുന്നേ? മമ്മി. മമ്മിയോ? ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. കുടിച്ച് ലെക്ക് കെട്ട്. വേണ്ട, ഇങ്ങനെ ഒരു മകൾ എനിക്കില്ല. മേലിൽ ഈ വീട്ടിൽ കാലം ഒത്തിപ്പോരുത്. എവിടെയെങ്കിലും പോയിക്കോ. മമ്മി, ഞാൻ എന്നെ അങ്ങനെ വിളിക്കരുതെന്നല്ലേ പറഞ്ഞത്? നിന്നെ എനിക്ക് കാണണ്ട. എവിടെയെങ്കിലും പോയി ചാക്. പോ. ആ, എന്ത് പറ്റി മോളെ? വല്ലതും വെച്ച് മറന്നോ? നോ. പിന്നെ എന്താ മോളെ? എനിക്ക് തിരിച്ചു പോകാൻ ഒരിടമില്ല. കുറച്ച് ദിവസത്തേക്ക് ഇവിടെയോ? ഇവിടെ ഞങ്ങൾ 3 ബാച്ചിലേഴ്സ് മാത്ര. ഇന്നലെ പിന്നെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തോണ്ട് മമ്മി വഴക്ക് പറഞ്ഞായിരിക്കില്ലേ? സാരല്ല. സ്മോൾ അടിക്കാൻ കാശ് കൊടുക്കാത്തോണ്ട് തള്ളയെ തല്ലിട്ട് ഇറങ്ങി പോന്നു കാണും. എന്റെ പൊന്ന് ബഷീർക്ക, ഇവറ്റകളൊന്നും വിശ്വസിക്കാൻ കൊള്ളാട്ടോ. വിശ്വസിക്കണം. ഇന്നലെ ഞാൻ നിങ്ങളോടൊപ്പം ഇവിടെ താമസിച്ചത് എന്റെ മമ്മി തെറ്റിദ്ധരിച്ചിരിക്ക. മമ്മിയുടെ തെറ്റിദ്ധാരണ മാറണമെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കണം. ഇവിടെ താമസിച്ച തെറ്റിദ്ധാരണ വേണ്ട മോളെ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും ഇവിടെ. എന്താ ബഷീർക്കായി പറയുന്നത്? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്നേ. അയ്യോ, ഞാൻ അഡ്ജസ്റ്റ്മെന്റ് കാര്യമല്ലേ പറഞ്ഞത്. തൽക്കാലം ഇവിടെ താമസിച്ചോളൂ. പക്ഷെ ഇന്നലത്തെ പോലുള്ള പ്രകടനങ്ങളൊന്നും നടക്കൂല, അതാദ്യം പറഞ്ഞേക്കാം. അപ്പൊ ബഷീർക്ക എസ് മൂളി. എനിക്കറിയാം, കാരുണ്യവാന അങ്ങന്ന് അശരണയും നിരാലംബയുമായ ഒരു പെൺകുട്ടിയെ കശ്മലന്മാർ രാപ്പാർക്കുന്ന തെരുവിലേക്ക് വലിച്ചെറിയാൻ ബഷീർക്കാർക്ക് ഒരിക്കലും കഴിയില്ല. കുട്ടി 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 ഇനി മുതൽ ഇവിടുത്തെ ഒരു അംഗമാണ്. വി ആർ ഫ്രണ്ട്സ്. എന്തോ ഇങ്ങോട്ട് മാറി മോളെ, എന്തെങ്കിലും പുറത്തു പോയിട്ട് വാങ്ങി കഴിച്ചോളൂ. ഞങ്ങൾ രാത്രി മാത്രമേ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കലുള്ളൂ കേട്ടോ. ആ, നടക്ക് പോ. കാക്കത്തിക്കൊണ്ട് എന്താ ഇത്? കടുത്ത നിറല്ലേ കൊടുക്കേണ്ടത്? ചേട്ടായിക്ക് ഇഷ്ടമല്ലേ ഈ നിറോ? പിന്നെ മോൻ കൊടുക്കുന്ന ഏത് നിറവും ഈ ചേട്ടായിക്ക് ഇഷ്ടം. വരച്ചോളൂ കേട്ടോ. ആ, ഇപ്പൊ വന്നു. എന്താ ഇങ്ങോട്ട് കേറി വന്നേ? പുറത്തു പോ, ഇല്ലെങ്കിൽ വിളിച്ചു കൂവും ഞാൻ. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. ആ, ദേ പിന്നെ വിളിച്ചു കൂന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ അകറ്റി നിർത്താൻ നോക്കണ്ട. ഈ കൈ കണ്ടോ? ഈ പിടുത്തമൊന്ന് മുറുകിയാൽ നിന്റെ ശബ്ദം പോയിട്ട് ശ്വാസോച്ഛ്വാസം പോലും പുറത്തു വരില്ല. പക്ഷേ നിന്നെ എനിക്ക് വേണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. ബലമായിട്ടല്ല, നിന്റെ പരിപൂർണ ഇഷ്ടത്തോടെ. അതുവരെ ഞാൻ കാത്തിരിക്കും. ഞാൻ വരട്ടെ.
ഡേയ്സി, നീ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഞാൻ അവിടെ ഇരുന്ന് എല്ലാ പടത്തിനും കളർ കൊടുത്തു, എന്നിട്ടും കാണാത്ത കൊണ്ടാ കയറി വന്ന്. ഇന്ന് ഡേയ്സിയുടെ വീട്ടിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നില്ലേ? എന്നിട്ടാ ഡ്രസ്സ് പോലും മാറാതിരിക്കുന്നേ. ഒന്ന് എളുപ്പം റെഡിയാവന്റെ ഡേയ്സി. ശരി, ഇപ്പൊ വരാം. ആ, എങ്ങോട്ടാ രണ്ടുപേരും കൂടി? ഡേയ്സിയുടെ വീട്ടിൽ പോവാ. എന്റെ കുട്ടികൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നതാ ഈ ചേട്ടായിക്ക് ഇഷ്ടം. പോയിട്ട് വരൂ. ശരി, ചെല്ല്. ആ ഡേസി, മമ്മിയോട് എന്റെ അന്വേഷണം പറയണം. ഇറങ്ങ്. ഹായ് ഡേയ്സിയുടെ മമ്മി, എന്തുണ്ട് വിശേഷം? സുഖം തന്നെ. ചേട്ടായി അന്വേഷണം പറഞ്ഞു വിട്ടിട്ടുണ്ട്. വാ മോളെ. വാ വാ. ഹായ് കാർട്ടൂൺ, ഞാനിതൊന്ന് കാണട്ടെ. ഒടുവിൽ മമ്മി തനിച്ചായല്ലേ? സാമുവൽ പോയ ആ നിമിഷം മുതൽ ഞാൻ തനിച്ച. ഒരു മക്കൾക്കും അവരുടെ പാരന്റ്സിന്റെ കാര്യം ഓർക്കാൻ കഴിയില്ല. അവരവരുടെ ലോകത്തേക്ക് പോകും. ഇത് സ്വാഭാവികം മാത്രം. ജോണിയുടെ കാര്യം പോട്ടെ, ഈ ടിറ്റിക്ക് എന്തിന്റെ കേടാ? അത് അവളോട് തന്നെ ചോദിക്കണം. ചോദിക്കുന്നുണ്ട്. അവളെ എനിക്കൊന്ന് കാണണം, കണ്ടിട്ടേ പോകൂ. ആരാത്? ടിറ്റിയുടെ ചേച്ചിയോ? എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നു. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. മോളിരിക്കി. ഇല്ല, വേണ്ട, ഇരിക്കുന്നില്ല. അതെന്താ? എന്നെ അന്യനായി കാണണ്ട. നിങ്ങൾ കുട്ടികളായിട്ട് നമ്മൾ പരിചയക്കുറവുണ്ടെങ്കിലും നിങ്ങളെ ബാപ്പയായിട്ട് നമ്മൾ വളരെ അടുപ്പത്തിലായിരുന്നു. നിങ്ങളെ ബാപ്പ ജോൺ സാമുവൽ നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നില്ലേ? ഏത് അത്യാവശ്യ ഘട്ടത്തിലും ഞമ്മക്കൊരു സഹായം അവിടുന്ന് ഉണ്ടാവുമായിരുന്നു. സാമലക്സും അയാളെ ബാപ്പയായിട്ടുള്ള കൂട്ട നിങ്ങളെ ബാപ്പക്ക് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത്. ബഷീർക്ക് അറിയില്ല ഞങ്ങളുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മമ്മി ഒറ്റയ്ക്ക്, മക്കളും മൂന്ന് വഴിക്ക്. കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ച് സാമലക്സിന്റെ വീട്ടിലേക്ക് പോയത് തന്നെ. പക്ഷെ എന്റെ സഹോദരങ്ങൾ അത് മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ. ടിറ്റിക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടല്ല, വിധി എന്നൊന്നുണ്ടല്ലോ. മോളിലിരിക്കുന്ന മൂപ്പര വിധി പോലെ എല്ലാം നടക്കൂ. ആ, ഇപ്പൊ പഴയ ശീലങ്ങളൊക്കെ മാറ്റി നല്ല കുട്ടിയായിരിക്കും അവള്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കണ്ട് സംസാരിക്കണം. ആ ബീച്ചിന്റെ ഭാഗത്ത് കാണും. നേരിൽ കണ്ടു നോക്കൊന്ന്, അപ്പ അറിയാം. ശരി. ഓ, കാണേണ്ടിയിരുന്നില്ല നമ്മൾ തമ്മിൽ. നീ എന്തൊക്കെയാ പറയുന്നേ? അതെ ചേച്ചി, നമ്മൾ 3 പേരും 3 വഴിക്കായി കഴിഞ്ഞു. നീ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി അത്ര നല്ലതല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കണ്ടോ, കൊച്ചു കുട്ടികളെ പോലെ തിരമാലകളിൽ ഓടിക്കളിക്കുന്ന ആ മനുഷ്യൻ എനിക്കുമെല്ലാമാണ്. എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിന് അർത്ഥവും സന്തോഷവും ഉണ്ടാകുന്നത് ഒരു കുടുംബ ജീവിതത്തിലൂടെയാ. നിനക്കും വേണ്ട ഇതൊക്കെ? വിധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഉണ്ടാവും ഒരു ജീവിതം. ചേച്ചി ഇപ്പൊ പൊയ്ക്കോളൂ, നമുക്ക് പിന്നീട് സംസാരിക്കാം. लैला है लैला ला 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 ला, हर कोई चाहे मुझसे मिलना आके. what is this? This is
ഹായ് നല്ല വായന. ആ, നീ മലയാളിയാണോ? ഞാൻ കരുതി ബോംബെന്ന് വന്ന് വല്ല പാർട്ടിയും ആയിരിക്കും എന്നാ. പോലെടുക്ക. ഏ? അതെ, കുറെ കാലം ഞാൻ ബോംബെയിലായിരുന്നു, മടുത്തു. അതെന്താ? ഗോവയാണ് നല്ലതെന്ന് തോന്നിയപ്പോ ഇങ്ങോട്ട് വന്നു. നല്ല ബീച്ച്, കുളിച്ചോ? കുളിക്കണം. ആ, നിനക്ക് പറ്റിയ ഗ്രൂപ്പൊന്നും ഈ നാട്ടിലില്ല. തിരിച്ചു പോകുന്നതാ നല്ലത്. അതത്ര തന്നെ ഉള്ളൂ. ഏ. പക്ഷേ നിങ്ങളെ കണ്ടുമുട്ടിയത് നന്നായി. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ ഭാഷക്കാരല്ലേ. ഭാഷ ഒന്നാണെങ്കിലും വേഷം രണ്ടല്ലേ? വേഷത്തിലൊന്നും ഒരു കാര്യമില്ല. വേഷം മാറിയാൽ ദേ കിടക്കുന്നു. എന്ത്? ഓ, ഇങ്ങനെയുള്ള ചോദ്യം എനിക്ക് ശുണ്ടി വരുന്നേ. എന്താണെന്ന് അറിയില്ലെങ്കിൽ അറിയണ്ട. കശ്മലൻ. അതെന്റെ പേരെന്താ? ഓ, പേരിൽ എന്തുട്ടാ കാര്യം? ഒരു കാര്യമില്ല. നമ്മുടെ പേര് കാര്യത്തിലാ. തരുവോ? എന്ത്? ഈ സാധനം. ഓ, ഇതാ. ഞാൻ തെറ്റിദ്ധരിച്ചുപോയി. ആ, അതെ, നിന്റെ വായനൊക്കെ കൊള്ളാം. കാശ് എന്നിട്ട് കൊണ്ടുപോയാൽ മതി. ഇത് നമ്മൾ തമ്മിൽ കണ്ടതിന്റെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട്. വരട്ടെ. അച്ഛാ. എവിടെ നിന്ന് കെട്ടിയെടുത്ത് പറിച്ചോനത്? രാവിലെ തന്നെ നഷ്ടക്കച്ചവടമായല്ലോ. അയ്യോ സൈമ, ഓ മൈ ഗോഡ്. മോനെ, ഓ മോനെ. എന്താ? അയ്യോ, എന്താ ചേട്ടായി? ഭയങ്കര തലവേദന. അയ്യോ, എപ്പോഴാ തുടങ്ങി? വാ ഇങ്ങോട്ട് വന്നേ. അയ്യോ, ഡെയ്സി, ഡെയ്സി. എന്താ എന്താ വിളിച്ചേ? ചേട്ടായിക്ക് നല്ല സുഖമില്ല. ഇങ്ങനെ അമർത്തി തടവിയാ മതി. വന്നിരുന്നേ, അടുത്തിരുന്നേ. ഒന്നും വേണ്ട മോനെ, ചേട്ടായിക്ക് ഒന്നുമില്ല. ഇങ്ങനെ. ഓ, ഒന്നുമില്ല മോനെ. ചേട്ടായി മിണ്ടാതെ കണ്ണടച്ച് കിടന്നാ മതി. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. വാ, ദേ വന്നിരുന്നേ. ഇങ്ങോട്ടിരിക്കേ. പിടിച്ച് പിടിച്ച്. ഞാനിപ്പോ വരാം. എന്തേ കാണിക്കുന്നേ? എന്താ തോണ്ടി വിളിക്കുന്നേ? എന്റെ അമ്മോ, എന്താ ഇത്? പെണ്ണുങ്ങളുടെ കയ്യിലും മസില. എന്താ ചേട്ടാ തൊട്ട് നടത്തിയിട്ട് വന്നാൽ നിൽക്കേ ഇരിക്കുന്നേ? സാധനം. സാധനോ? ആ, ഒടുക്കത്തെ സാധനം. വന്ന് ഇടിച്ചിട്ട് എന്നെ രോമാഞ്ചം പണിച്ചിട്ട് തുറിച്ചു നോക്കണണ്ടല്ലേ പൂച്ചക്കണ്ണൻ. എന്നാലും എനിക്കിഷ്ടായി. പുറമെ കാണും പോലെ ആവില്ല. എന്ത്? ഓ, ഒന്നും അറിയാത്ത പോലെ കള്ളം ചേട്ടൻ. മനസ്സേ വലിയ മനസ്സായിരിക്കും. എന്ത് ചേട്ടാ ആലോചിക്കുന്നേ? ഈ വലിപ്പം ഉൾക്കൊള്ളാനുള്ള വിശാലത എനിക്കുണ്ടോന്നാ? ഒട്ടും സംശയിക്കണ്ട. ഉണ്ടട്ടോ ചേട്ടാ. ഐ ലവ് യു. എന്റെ കർത്താവേ, നീ ആണാണോ പെണ്ണാണോ? വേണ്ടാട്ടോ, ഇതാ എനിക്ക് ശുണ്ടി വരുന്നേ. കളിപ്പിച്ച് ചോദിക്കണ കേട്ടില്ലേ സാധനം? ആണോ പെണ്ണോന്ന്? നിന്റെ പേരെന്താണ്? കനകം. കനകാംബരന്ന എഴുത്തൂത്ത് അഡ്രസ്. പക്ഷെ ഏട്ടനെന്നെ കനകൂന്ന് വിളിച്ചാ മതി. ചേട്ടാ. എന്താ കനകു? എന്നെയും കൂടി ചേട്ടന്റെ കൂടെ കൊണ്ടുപോവോ? എവിടേക്ക്? കൊണ്ടുപോകൂ എന്നെയാ മാൻചുവട്ടിൽ, മാൻചുവട്ടിൽ. എന്താ ചേട്ടാ പകൽക്കിനാവ് കാണുന്നേ? ഞാനുള്ളപ്പോ ചേട്ടൻ പകൽക്കിനാവ് കാണണ്ട. ആട്ടെ, നിനക്ക് എന്തൊക്കെ ജോലി അറിയാം? എന്തും. പാചകം? പാചകം ചൈനീസ്, അമേരിക്കൻസ്, ആഫ്രിക്കൻസ്, നീഗ്രോസ്, ഇന്ത്യൻസ്, ഗോവൻസ് എല്ലാത്തിനും ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതാ. എന്താ സംശയമുണ്ടോ? നീ ബസ് സ്റ്റാൻഡിന്റെ കൈക്ക് പിടിച്ച് അങ്ങോട്ടാണ്ട് പോണേ വൃത്തി കെട്ടവൻ. പുരുഷന്റെ ഭാഗ്യം പെരുവഴിയിലാണെന്ന് കേട്ടിട്ടില്ല. ഇവളെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. എന്തിന്? കിച്ചൺ വർക്ക്സിന്. അൽഹംദുലില്ലാ ഹൈർ. നിനക്ക് ദീർഘായുസ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചോളാം. കൂട്ടിക്കൊണ്ടു പോ. തത്ത. ഇത് കുത്ത.
കുത്തല്ലടാ പറ്റി. നീ വാ. എവിടെങ്കിലും കൂടി കൂടെ പണ്ടാറടക്കണം നായിന്റെ മോനെ. ചെറിയാൻ ഇതെവിടായിരുന്നു? തന്നെ ഇവിടെ ആക്കിയിട്ട് ഞാനും സൈമനും കൂടി പുറത്തു പോകാനിരിക്കായിരുന്നു. ഞാൻ ഒരാളെ സംഘടിപ്പിച്ചു, നല്ല ഒന്നാന്തരം പാചകക്കാരി. ഇനി ഒന്നിനും വിഷമിക്കേണ്ടതില്ല. എന്ത് ഭക്ഷണവും അത് അർഹിക്കുന്ന രീതിയിൽ അതിൻ്റെതായ രുചിയോടെ ഉണ്ടാക്കാൻ കഴിവുള്ള നല്ലൊരു പാചകക്കാരി. ആളെവിടെ? കൂടെ തന്നെ ഉണ്ട്, ഇപ്പൊ വിളിക്കാം. കനകു. എന്തോ എങ്ങനെയുണ്ട്? എന്താ ചെറിയാൻ ഇത്? ഇതാണാണോ പെണ്ണാണോ? എന്തായാലും എന്താ, എല്ലാവരുടെയും ടേസ്റ്റ് അനുസരിച്ചുള്ള പാചകം ഞാൻ ചെയ്തു തരും. പോരെ? ചെറിയാനെ വിളിച്ചോണ്ട് പോയി അടുക്കള കാണിച്ചു കൊടുക്ക്. ഞങ്ങൾ പുറത്തുനിന്ന് പോയിട്ട് വരാം. ഓ സൈമൻ. നല്ല ചേച്ചി. കനകു, നിനക്ക് നല്ലതല്ലാതായിട്ട് ലോകത്താരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാ? കനകു, നീ വാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. എന്ത്? കിച്ചൺ. എന്താ? സോറി ഏട്ടാ, എനിക്ക് ആദ്യം കിച്ചൺ അല്ല കാണേണ്ടത്, പിന്നെ എന്റെ റൂമാ. ഏതേട്ടാ എന്റെ റൂം? എനിക്ക് കുളി കഴിഞ്ഞൊരു പൂജയുണ്ട്. പൂജക്ക് ഞാനിപ്പോ എവിടെ പോകാനാ? പൂജയല്ല, പൂജ. ഓ പൂജ. ഞാൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ഈ വീടിന്റെ എല്ലാ വാതിലുകളും എനിക്കായി തുറന്നിടണം. ഞാൻ ഓരോ റൂമിലും കർപ്പൂര ദീപവുമായി കയറുമ്പോൾ സ്മോളേട്ടൻ എന്നെ അനുഗമിക്കേണ്ടതില്ല. അതിരിക്കട്ടെ, എന്റെ റൂം ഏതാ ചേട്ടാ? പറ ചേട്ടാ, എന്റെ റൂം ഏതാ? അതാണ് എന്റെ മുറി. കണ്ണൻ ചേട്ടൻ, ഇന്ന് മുതൽ അത് നമ്മുടെ ബെഡ്റൂം. കുളി കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറി പണി തുടങ്ങും. അതുവരെ എന്നെ ഡിസ്റ്റർബ് ചെയ്ത്. ഓക്കെ? കാണാൻ നല്ല ഇത് എവിടെ പോയി കിടക്കുക? ഇങ്ങനല്ല, ഇങ്ങനെ ഇങ്ങനെ ചെയ്യും. അവൻ ചെയ്യുന്നത് ഡേയ്സി നോക്കി. മോനെ, നീ ഇതിലൊന്ന് സൈൻ ചെയ്തേ. എന്താ കാപ്പിയാ? താങ്ക് യു. എന്തിനാ സൈമൺ ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കുന്നത്? അതോ എല്ലാം എന്റെ പേരില്ല. പേരിൽ ഒരു കാര്യമില്ല, കൈവശത്തിലാ കാര്യം. എന്നാ എല്ലാം എന്റെ കൈവശത്തിലാ. എന്തിനാ സൈമനെ കൊണ്ട് ഒപ്പിടിക്കുന്നത്? അത് ബുദ്ധി സാംസാറിന്റെ അല്ല, ഇവരുടെ പപ്പയുടേത്. ബുദ്ധി വളരാത്ത ഇളയ മകന്റെ പേരില സകല ബിസിനസ്സും ബാങ്ക് ബാലൻസുകളും. ഇതെല്ലാം ചെറിയാൻ എങ്ങനെ അറിയാം? അതുകൊള്ളാം. 10 വയസ്സുള്ളപ്പോ കേറി വന്നതാ ഇവിടെ ഞാൻ, ഈ സൈമൻ കുഞ്ഞിന്റെ കൂട്ടുകാരനായിട്ട്. ആ കൂട്ടുകെട്ടുകൊണ്ട് ഞാനും ഒരു മന്ദബുദ്ധിയായി പോയെങ്കിലും ഈ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം, A to Z. പിന്നെ വരാം. നിങ്ങളെന്താ ഈ കാറിന് ചുറ്റും കിടന്ന് കറങ്ങുന്നേ? ക്യാമറ ഫേസ് ഉണ്ടോ എന്ന് നോക്കിയതാ സംവിധായകൻ. ആ, ചേട്ടന്റെ അടുത്ത ആഡിൽ എന്നെ കൂടി ആഡ് ചെയ്യൂ. അതൊക്കെ നമുക്ക് ആലോചിക്കാം, തക്കാലം മാറി നിൽക്കേ. ക്യാമറ ടെസ്റ്റ് ഞാനും വരാം. ഞാനേ സംവിധായകന്റെ കഴിഞ്ഞ നായികകൾ ഒട്ടും മോശമല്ല. നാട്യശാസ്ത്രം മുഴുവൻ എനിക്ക് ബൈഹാർട്ടാ, മുട്ടടവ് സഹിതം. ഇതൊരു ശല്യമായല്ലോ. ശല്യമായെന്ന് പറയാതെ സംവിധായകട്ട, കഴിഞ്ഞ പരസ്യത്തിൽ ഡെയ്സി സെലക്ട് ചെയ്ത് എന്ത് മാനദണ്ഡം വെച്ചായിരുന്നു അതേ മാനദണ്ഡം തന്നെ എനിക്കും തരണം. കള്ളന് നോട്ടം കണ്ടില്ലേ? ഡെയ്സി ഇനി കിട്ടില്ല നിങ്ങൾക്ക്, ഉറപ്പാ. സാമലക്സിന്റെ കൂടെയാണ് അവള്. പോട്ടെ.
കുറച്ചുകൂടി. ചുമ്മാതിരിക്കും സൈമ. എന്താ കാണിക്കുന്നേ? ഇത്ര കണ്ട് ചിരിക്കാൻ ഇതൊന്നും അത്ര വലിയ കോമഡി അല്ല. അയ്യോ കോമഡി അല്ലേ, ഇതൊക്കെ അല്ലേ കോമഡി അല്ലേ ചേട്ടാ? പിന്നല്ലാണ്ട്. എന്തൊരു ചൊറിച്ചില്. എന്താ പേര്? ഇവനാര്? ആഹാ, ചേച്ചി ഇതുവരെ പ്ലേറ്റ് ഒന്നും തുടച്ച് കഴിഞ്ഞില്ലേ? എന്റെ പണിയെല്ലാം കഴിഞ്ഞു. ആഹാ, കുഞ്ഞിന്റെ പടം വരെ ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല. ഉണ്ണാനുള്ളൊരു സമയമാകുമ്പോ വന്നിരുന്നാ മതി. അതുവരെ നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം, അല്ലേ ചേച്ചി? എവിടെ കനകാംബരന്റെ വീട്? പക്ഷെ എന്താ ഇത്? എന്നെ കനകമെന്ന് വിളിച്ചാ മതി. ശരി, എങ്കിൽ കനകത്തിന്റെ വീട് എവിടെയാ? കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത്. വീട്ടിൽ ആരുമില്ല, എല്ലാവരും ചത്തുകെട്ട് പോയി. ഞാൻ ഒറ്റ തടിയാ. വർഷങ്ങളായി പോണ്ടിച്ചേരിയിലൊരു വീട്ടിലായിരുന്നു ജോലി. പിന്നെന്തേ അവിടുന്ന് പോന്നു? ആ, അതൊരു കഥയാ ചേച്ചി. അതായത് ചേച്ചിയുടെ പുള്ളിക്കാരനെ പോലെ ഒരു പുള്ളിക്കാരനായിരുന്നു ആ വീട്ടിലെ പുള്ളിക്കാരൻ. അവിടത്തെ ചേച്ചിയെ ഞാനൊന്ന് ഉപദേശിച്ചു. എന്നിട്ടോ? ഇങ്ങനെയുള്ളവരൊന്ന് ഉത്സാഹിപ്പിച്ചെടുത്ത പിന്നെ എന്താ പൂരം. ഇവരെയൊക്കെ എങ്ങനെ കനകം? അത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തന്നെ മുൻകൈ എടുത്ത എല്ലാ കാര്യം ശരിയാവും. ഞാൻ ആദ്യം നിന്നിരുന്ന വീട്ടിലെ പുള്ളിക്കാരനെ ആ ചേച്ചി എന്റെ ഉപദേശപ്രകാരം, ഓ പിന്നെ എന്തായിരുന്നു അവിടുത്തെ ഒരു സന്തോഷം അറിയാലോ. അതുപോലെ ചേച്ചിക്കൊന്ന് സന്തോഷിക്കണ്ടേ? നിലാവിരൽ തലോടവേ നിന്നെ
നെഞ്ചിലൊരു സാഗരം നമ്മളൊരു നാളമായി ജ്വലിക്കും സംഗമം കണ്ണിലൊരു പൊൻകനൽ നെഞ്ചിലൊരു സാഗരം നമ്മളൊരു നാളമായി ജ്വലിക്കും സംഗമം തണുപ്പിൻ ചില്ലമേ വെയിൽ കൂടേറിയും മുടിപ്പൂമാടിയും കവിൾപ്പൂനുള്ളിയും സ്വയമൊരുകുവാൻ നീ വന്നു നിലാവിരൽ തലോടവേ നിമ്മേ നീയാമ്പലായി നനഞ്ഞ നിൻ ഉടൽ തൊടും ഞാനോ തേൻ തെന്നലായി നിറയും മാറി നഖലാളനമായി ഉണരാൻ വരുന്നീ ഉയിരിൻ ഉയിരേ നിക്കേ, ഞാൻ എടുത്തു തരാം. അതൊക്കെ വേണോ ചിരി ഇനി വേണം എന്താ മോനെ ഇത്? നിനക്ക് തനിയെടുത്ത് കഴിക്കരുതോ? അത് പറ്റില്ല. ദേശീയ എടുത്ത് തരുമ്പോ നല്ല ടേസ്റ്റാ. എനിക്കിനി ഇങ്ങനെ മതി. പറഞ്ഞനുസരിക്ക് തനിയെടുത്ത് കഴിക്ക്. എന്റെ ഭർത്താവിന് ഞാനല്ലേ എടുത്തു കൊടുക്കുന്നേ, അതിലിപ്പോ എന്താ തെറ്റ്? അതന്നെ, ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? ഈ കാര്യം മാത്രമില്ല. ചേച്ചി ചേട്ടായി കഴിക്കാതെ പോട്ടെന്നേ, ഒരു ദിവസം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നേരാ. ദാ, ഇത് കൂടി തന്നെ കഴിക്കുക, എനിക്കൂടി താ. ആ, പെൺകുട്ടികള് സ്വന്തം അമ്മയുടെ മുമ്പിൽ ഒന്ന് തോറ്റു കൊടുത്തെന്ന് കരുതി ഒരു കുഴപ്പമില്ല. ഇത്രയും കാലം തോൽവിക്കാരായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത്. ഇനി അത് പറ്റില്ല. അത് അമ്മയുടെ മുന്നിലാണെങ്കിൽ പോലും. പിന്നെ എന്താ പരിപാടി? കഞ്ചാവ് അടിച്ച് കറങ്ങി കിടന്ന് അമ്മയെ തോപ്പിക്കാനാ തീരുമാനം? അല്ല, എനിക്ക് മാറണം. എല്ലാവരും ഉപേക്ഷിച്ച് ഇവിടെ എത്തിയപ്പോഴാ ലോകത്തിന്റെ മറ്റൊരു മുഖം ഞാൻ കാണുന്നത്. ലോകത്തിന് അങ്ങനെ പ്രത്യേകിച്ച് മുഖമൊക്കെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അത് എന്നെ പോലത്തെ കശുവണ്ടിക്ക് കണ്ണുമുക്ക് വെച്ച മാതിരിയുള്ള അല്ലാന്ന് മാത്രം. പിന്നെ ഇതുപോലത്തെ കൈനറ്റിക് ഹോണ്ടയുടെ ഫ്രണ്ട് പോലത്തെ ആയിരിക്കും. മോളെ, നിന്റെ തീരുമാനം നല്ലതാ. ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ നിർത്തി നല്ല കുട്ടിയായി മാറാം. വീട്ടിലേക്ക് പോവാ, അതാ വേണ്ടേ. എനിക്കിപ്പോ കൂട്ടുകെട്ടുള്ളത് നിങ്ങളുമായിട്ടാ. അത് അത്രയ്ക്ക് മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജോണി, ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. നീ മമ്മിയെ കാണാൻ പോയില്ലേ? അതിലേ പോയിരുന്നു, പക്ഷേ കയറിയില്ല. മോനെ ജോണി, നിങ്ങളെ ബാപ്പയോടുള്ള സ്നേഹം വെച്ച് പറയാ, മോനെങ്കിലും മമ്മിയുടെ അടുത്ത് പോയി താമസിക്കേ. ഒരേ ഒരു ആൺകുട്ടിയല്ലേ നീ. ജോണി, വാ നമുക്ക് വീട്ടിലേക്ക് പോവാ. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ബഷീർക്ക, ഇവളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കണം. ഞാൻ വരട്ടെ. നീ എന്താ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നേ? ഞാൻ ഈ മുറി വൃത്തിയാക്കിയതാ. ആണുങ്ങൾ മാത്രം കിടക്കുന്ന മുറി എപ്പോഴും വൃത്തികേടായിരിക്കും. അതെ, ഇപ്പൊ ഉള്ള വൃത്തിയൊക്കെ മതി ഈ മുറിക്ക്. ചെറിയേട്ടൻ പറഞ്ഞ നേരാ. ഇത് നമ്മുടെ റൂമൊന്നുമല്ല വൃത്തിയാക്കിയിടാൻ.
എന്താ ഇങ്ങനെ നോക്കുന്നേ? കനകു, നീ വന്നതീ പിന്നെ എന്റെ ജീവിതത്തിന് ചില അർത്ഥങ്ങളൊക്കെ വന്നതുപോലെ. ഇപ്പൊ മടങ്ങ്, ചടങ്ങ് കഴിഞ്ഞിട്ട് മതി. കണ്ണ് തെറ്റിയാ മതി. കാണാൻ നല്ല കിനാവ്. ഹലോ, ഹായ് റോബർട്ട്, ഹൗ ആർ യു? വൈ നോട്ട്? ഓക്കെ ഓക്കെ. മിസ്റ്റർ റോബർട്ട് പെരേര വിളിച്ചത്. അത്യാവശ്യമായി ഹോട്ടൽ സീക്യൂനിലെത്താൻ. ഒരു ജർമ്മൻ സായിപ്പ് വന്ന് ചാടിയിട്ടുണ്ട്. ചെല്ലേ, ചെന്ന് സാഹിബിനെ ജാതിയും മരവും തിരക്കിട്ട് പോര്. ഒന്നും തിരക്കാനില്ല. ജർമ്മൻ സായിപ്പാണോ? അസൽ തറവാടി ബ്രാഹ്മണനായിരിക്കും. ഒറിജിനൽ തങ്കം. സാമലക്സിന് കിട്ടുന്നത് കോടികൾ, നിനക്കോ വെറും 10,000 20,000. 20,000 രൂപ നമുക്ക് 20 ദിവസത്തേക്കില്ല. എന്തായാലും ഞാൻ ഒന്ന് തീരുമാനിച്ചു. 1 ലക്ഷം തന്നാ പുറംകടലിൽ പോയി ചരക്കെത്തിക്കാന്ന് പറയും. 1 ലക്ഷം? എന്റെ പമ്പര വിട്ടി അയാളത് സമ്മതിക്കും. പിന്നെ എത്ര ചോദിക്കണം ബഷീർക്ക? 50-50. 2 കോടിയുടെ ചരക്കാണ് 1 കോടി നിനക്ക്. അതെന്തായാലും കിട്ടില്ല. കിട്ടും, ഞാൻ തരും. ഒരുമിച്ച് നിന്നാ 50-50 അല്ല ബഷീർക്ക, മുഴുവൻ തുക നമുക്ക് കിട്ടും. എങ്ങനെ? എല്ലാം ഞാൻ പ്ലാൻ ചെയ്യും. വിശ്വാസവും ധൈര്യം ഉണ്ടെങ്കിൽ കൊടുക്കൈ. ചിന്ന കൊടുകൈ. ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കും. ഒരിക്കൽ മാത്രം കിട്ടുന്ന ഈ ജീവിതം നമുക്ക് ആസ്വദിക്കാം. ആസ്വദിക്കണമെന്ന് ആഗ്രഹമില്ലായിട്ടല്ല, കഴിയാഞ്ഞിട്ടാ. കളർഫുള്ളായ ഈ ലോകം നമുക്കും കൂടി അവകാശപ്പെട്ടതാ. ഈ അവസരം നമുക്ക് ഉപയോഗിക്കണം. അതിന് പീറ്ററിന്റെ സഹായം വേണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? സാമിന്റെ ഏജന്റുമായിട്ടുള്ള ബന്ധം അത് പീറ്റർ മുഖാന്തരം ആവണം. നാളെ ഹാർബറിൽ ഞാൻ അവർക്ക് ബാഗ് കൈമാറുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവണം. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമുക്കത് പിടിച്ചെടുക്കണം. വെരി ഗുഡ്. തന്നോളൂ. അവൻ നമ്മളെ ചതിച്ചു. എന്താ നീ പറഞ്ഞേ? അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരുത്തരെയും. Hi. Hi, where's your boss? I'm sorry, he can't come because of the police problem. Oh, where's the stuff? Yeah. Please open it. Oh, it's really wonderful.
താങ്ക് യു. ഓക്കെ. താങ്ക് യു. ബൈ. ആസിം ഭായ്, ഒന്നും രണ്ടുമല്ല 4 കോടി രൂപയുടെ ചരക്കാൻ നഷ്ടമായത്. ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ കൊടുത്താലും കടം തീരില്ല. ആ തെരുവ് തന്റെ പിറകിൽ ആരാ കളിച്ചെന്ന് എനിക്കറിയണം. അവൻ എവിടെയുണ്ടെങ്കിലും നമുക്ക് പൊക്കാം. എനിക്കറിയാം, ബഷീറിന്റെ കൂടെയാണ് അവന്റെ താമസം. ഈ ഗോവ വിട്ടവൻ പുറത്തു പോകരുത്. ആരാ? എന്താ? എവിടെടാ ചിന്നൻ? എനിക്കറിയില്ല. 3 ദിവസം അവനെ പറ്റി ഒരറിവുമില്ല. ഒരറിവുമില്ല അല്ലേ? അവൻ ഇവിടെ എത്തിയാൽ ഉടനെ എന്നെ അറിയിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അറിയാലോ. അറിയാ. കാസിം, എന്റെ മോളെ, ആ കാസിംബായും കൂട്ടും ഇപ്പൊ അവിടെ വന്ന് പോയതേ ഉള്ളൂ. അവനെ കിട്ടിയ കൊന്ന് കടലിൽ തള്ളും, അത് ഉറപ്പാ. അവൻ എവിടെയുണ്ട്? ബഷീർക്ക് വിഷമിക്കാതെ, അവരെ സുരക്ഷിതമായി ഒരിടത്ത് ആക്കിയിട്ടുണ്ട്. ഒരിക്കലും കാസിംബായുടെ കയ്യിൽ കിട്ടില്ല അവരെ. എന്റെ മോളെ, എനിക്കിങ്ങനെ ഒളിച്ചും പതിക്കൊന്നും നടക്കാൻ കഴിയില്ല. എന്റെ ഷെയർ എനിക്ക് തന്നേര്, ഞാൻ പോയിക്കോളാം. എവിടേക്ക്? തിരുവനന്തപുരത്തേക്ക്. അവിടെ ആരൊക്കെയുണ്ട്? അവിടെ എനിക്ക് എല്ലാരും ഉണ്ട്. പത്മനാഭന്റെ നടയിലെ അന്ത്യുറക്കം. അത് കൊള്ളാമല്ലോ. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് എന്നെ കൊണ്ടൊരു ഫ്ലാഷ് ബാക്ക് പറയിക്കാൻ നോക്കണ്ട നീ. വേഗം കാശിട്, എനിക്ക് പോണം. നമുക്ക് കിട്ടിയ മുഴുവൻ തുകയും നീ എടുത്തോളൂ. എനിക്ക് വേണ്ട ഒന്നും. പക്ഷേ നീ പോകുന്നത് ഒറ്റയ്ക്കാവില്ല. ഞാനുണ്ടാവും നിന്നോടൊപ്പം. എന്റെ മോളെ, ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ട് മയങ്ങുന്നവനല്ല ഞാൻ. കൊള്ളാം. പെട്ടെന്ന് അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല നിങ്ങൾക്ക്. അത് പറയാൻ നിങ്ങൾ ആരാ? എല്ലാം അറിയുന്നവൻ. ആവശ്യമില്ലാത്ത അറിവുകൾ ആയുസ് കുറയ്ക്കും. അറിവുണ്ടെന്ന് അറിവുണ്ട്, അറിവില്ലെന്നറിയില്ല. ഇതാ നിങ്ങളുടെ അവസ്ഥ. വെറുതെ പുളുവടിച്ച് സമയം കളയാതെ താൻ തന്റെ പണി നോക്കിയാൽ മതി. യെസ്, ഞാൻ അങ്ങനെ പുളുവടിച്ച് സമയം കളയില്ല. ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. നിങ്ങളിപ്പോൾ കസ്റ്റംസിന്റെയും ഗോവ പോലീസിന്റെയും നിരീക്ഷണത്തിനാണുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായിരുന്നു? കൊച്ചിയിൽ നിന്നും പിടികൂടിയ 3 കോടി രൂപയോളം വില വരുന്ന മയക്കുമരുന്നുകൾ. ആ റാക്കറ്റിന്റെ പ്രധാന കണ്ണികളോ ഗോവയിലും. അന്വേഷണത്തിൽ സാം അലക്സും കാസിംബായും മാത്രമായിരുന്നില്ല, നിങ്ങളും അതിലൊരു മീഡിയേറ്റർ ആയിരുന്നു. അപ്പ കരുതും ഇത് ചോദിക്കാൻ നിങ്ങൾ ആരാണെന്ന്. പറയാം. കൊച്ചിയിൽ നിന്നും ഈ കേസ് അന്വേഷിക്കാൻ എത്തിയ നർക്കോട്ടിക് ഓഫീസറാണ് ഞാൻ. പേര് ഡേവിഡ് തോമസ്. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? കൊണ്ടേ തൂക്കിക്കൊല്ലുവോ? നോ, നിങ്ങൾക്കിനി ഒരിടത്തും മുങ്ങാനോ ഒളിക്കാനോ കഴിയില്ല. പോലീസും കസ്റ്റംസും ഒരുപോലെ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. രക്ഷപ്പെടാനുള്ള ഒരു പഴുതും നിങ്ങളുടെ മുന്നിലില്ല. പക്ഷേ ഞാൻ പറയുന്നതനുസരിച്ച് എന്നോടൊപ്പം നിന്നാൽ നിങ്ങൾക്കും രക്ഷപ്പെടാം. ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? മതി, ഈ ഒരു വാക്ക് മതി എനിക്ക്. സാറ് പറഞ്ഞത് മുഴുവൻ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അകത്തു പോകാതെ രക്ഷിക്കണം. തെറ്റ് ചെയ്താൽ ശിക്ഷ ഉറപ്പാ. എന്തായാലും ഇനി അങ്ങോട്ട് എന്ത് വേണം, എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കാം. എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. അകത്തേക്ക് വിടാൻ മാത്രം തീരുമാനിക്കാതിരുന്നാൽ മതി. ആരോരും ഇല്ലാത്തവനാണ് ഞാൻ. എനിക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹവും ഇല്ല. റിലാക്സ്. ഞാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ചെയ്തത് സാം അലക്സിനോടുള്ള റിവഞ്ചായിരുന്നെങ്കിലും ഗുരുതരമായ കുറ്റം തന്നെയാണ്. അറിയാം സാർ, ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഐ അണ്ടർസ്റ്റുഡ്. ബട്ട് സാം അലക്സും കാസിംബായും പിടിയിലാവുന്നതുവരെ എന്റെ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. ശരി സാർ. റൈറ്റ്.
കാര്യങ്ങൾ ഇത്രയും എത്തിക്കാൻ കഴിഞ്ഞത് പടച്ചോന്റെ കൃപ. ഞങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് സാം അറിഞ്ഞിട്ടില്ല. കസ്റ്റംസ് കളക്ടർ ജനാർദ്ദനം പോറ്റി സാമിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കെന്തോ പേടി തോന്നുന്നു. എന്തിന്? ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മുടെ കൂടെ ഇവരൊക്കെ ഇല്ലേ. ഡെയ്സി ഇപ്പൊ പോയിക്കോളൂ. എനിക്കിത് കേട്ട് ചിരിയാ വരുന്നത്. അങ്ങനെ അങ്ങ് ചിരിച്ചു തള്ളണ്ട. അതും എനിക്കറിയാം. ശത്രു എത്ര ദുർബലനാണെങ്കിലും നിസാരമായി കാണരുതെന്ന എന്റെ ഗുണപാഠം. ജോലി, ആ ഞാറുവാലി പെണ്ണ് എന്റെ അടുത്ത് വരണം. ശരി സാർ. കൊണ്ടുവന്നാൽ അടി തൊട്ട് മുടി വരെ ഒരു ഫുൾ സ്കാനിങ്. അത് കഴിഞ്ഞ് എന്നെ കണ്ടാൽ മതി കാസിംബായി. നീ ഇപ്പൊ പഴയ ശീലങ്ങളൊക്കെ ഉപേക്ഷിച്ചു അല്ലേ? എന്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടെന്ന് ബോധ്യമായപ്പോ ഞാനത് ഉപേക്ഷിച്ചു. ഹായ്, ഹൗ ആർ യു? ഫൈൻ. എനിക്ക് ടിറ്റിയോട് അല്പം പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? മടുത്തു. സാമലക്സിന്റെ കൂടെയുള്ള ജോലി മടുത്തു. നിങ്ങളുടെ പപ്പയും സാമലക്സും നടത്തിയ പല ബിസിനസ് രേഖകളും എന്റെ പക്കലുണ്ട്. ആരും അറിയാതെ ഞാൻ അതെല്ലാം അവിടുന്ന് കൈക്കലാക്കി. എന്റെ കൂടെ വന്നാ അതെല്ലാം ഞാൻ ടിറ്റി ഏൽപ്പിക്കാം. അതുകൊണ്ട് തനിക്കും കുടുംബത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒരു സഹായം. ഞാൻ ഇപ്പൊ വരാം റൂബി. ശരി, പോവാം. വരും. ആയിയേ ബേട്ടി, ആയിയേ. ഓഹോ, നിങ്ങളുടെ പ്ലാൻ ആയിരുന്നു എന്നെ ഇവിടെ കൊണ്ടുവന്നത്? എന്ത് തോന്നുന്നു? സഹതാപം. നിങ്ങളുടെ ഈ ചിരിയുണ്ടല്ലോ, അത് ഏറെ നേരം ഉണ്ടാവില്ല. ഈ കാസിംബായുടെ പിടിയിൽ അകപ്പെട്ടിട്ടും നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? സാമലക്സിനെയും എന്നെയും അത്ര വേഗം തോൽപ്പിക്കാനാവില്ല നിനക്ക്. ഹാർബറിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുത്ത ബാഗ് എനിക്ക് കിട്ടണം. അതൊക്കെ ഈ രാജ്യം കടന്നിട്ട് ദിവസങ്ങളായി. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. സംഭവിച്ചു പോയി. ഇത് മാത്രമല്ല, ഇങ്ങനെ പലതും സംഭവിച്ചു കഴിഞ്ഞു. സാമലക്സിന്റെ പതനത്തിൽ കുറഞ്ഞൊന്നും ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടിയിരുന്നില്ല. അതിനുവേണ്ടി തന്നെയാ സാമലക്സിന്റെ വീട്ടിലേക്ക് പോകാൻ എന്റെ ചേച്ചി തീരുമാനിച്ചതും. സൈമന്റെ പേരിലുള്ള പല സ്വത്തുക്കളും ഇന്ന് എന്റെ ചേച്ചിയുടെ പേരില. ഇപ്പോൾ എന്തു പറയുന്നു കാസിംഭായ്? കൊണ്ടും കൊടുത്തും അറിഞ്ഞും അനുഭവിച്ചുമാണ് സാമലക്സ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ആ എന്നോട് ലോകമെന്തെന്നറിയാത്ത ഇവരുടെ കളി. കാശിംബായ്, അങ്ങോട്ട് വീശിയ കാറ്റ് ഇങ്ങോട്ടും വീശുമെന്നുള്ളത് പ്രകൃതി നിയമം. എനിക്കെതിരെ വരുന്ന ഏത് കൊടുങ്കാറ്റിനെയും തടഞ്ഞു നിർത്താൻ ഞാനെന്ന് ശക്തനുമാണ്. ശത്രു സംഹാരം തുടങ്ങുകയാണ് സാമലക്സ്. വേഗം എങ്ങോട്ടാ പോകുന്നെന്ന് പറയൂ സൈമൺ. അതൊക്കെ അവിടെ ചെല്ലുമ്പോ പറയാം. ആര് ജയിക്കണമെന്ന് അറിയണല്ലോ. ഒന്ന് പതുക്കെ വിട്. വാ പറയാം. ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടായി? ഞാൻ എവിടേക്ക് വിളിച്ചാലും ഡെയ്സി വരുമെന്ന് മനസ്സിലായോ? കണ്ടോ കണ്ടോ, ചേട്ടായി തോറ്റില്ലേ? മുഖത്ത് ചമ്മല് കണ്ടോ? ചേട്ടായി, നിങ്ങൾ എന്തേ ചെയ്തത്?
മരിച്ചുപോയാ പിന്നെ ചേട്ടായിക്ക് ആരുമില്ലേ? വേണ്ട. ഇവന്റെ മനസ്സ് മാറ്റി നിന്റെ നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാമെന്ന് കരുതിയോ? ആയിക്കോ. പക്ഷേ നിന്നെ എനിക്ക് വേണം. അതിനു മുമ്പ് നീ തന്ത്രത്തിൽ കൈവശപ്പെടുത്തിയ ആ ഡോക്യുമെന്റ്സും എനിക്ക് വേണം. ചേട്ടായി വിട്, ഡെയ്സി വിട് ചേട്ടായി. മോനെ എല്ലാം കാണുന്ന ഒരു പടച്ചതമ്പുരാണ്ട് മോനെ. മോൻ വിഷമിക്കണ്ട, വിധിയെ തടുക്കാൻ നമുക്കാവില്ല.
നിയമത്തിന് മുമ്പിൽ മോൻ ഒരിക്കലും തെറ്റുകാരനുമല്ല. ഇത്രയും വലിയൊരു സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കാനും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനും നിങ്ങളിൽ നിന്ന് കിട്ടിയ സഹകരണം വളരെ വലുതാണ്. ഇനിയും ഇതുപോലുള്ള സംഘങ്ങൾ വളർന്നു വരാതെ നോക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. കണ്ണിലൊരു പൊൻകനൽ, നെഞ്ചിലൊരു സാഗരം, നമ്മളൊരു നാളമായി ജ്വലിക്കും സംഗമം. കണ്ണിലൊരു പൊൻകനൽ